ഞാൻ നിങ്ങൾക്ക് ഒരു ലൈവ് ആയിട്ടുള്ള ഡെമോൺസ്ട്രേഷൻ കാണിച്ചു തരാം നമ്മുടെ എ ടൂൾ ഉപയോഗിച്ചിട്ട്. ആദ്യമേ തന്നെ ഒരു ക്ലയന്റ് വീട് പണിയാൻ വരുമ്പോൾ നമുക്ക് വേണ്ടത് അവരുടെ മുഴുവൻ റിക്വയർമെന്റ് മനസ്സിലാക്കുക എന്നുള്ളതാണ്. അതിനു വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നതാണ് നമ്മുടെ കേരള ഹോം ഡ്രീമർ എന്ന് പറയുന്ന ആപ്പ്. ഇതിനകത്ത് നമുക്ക് സ്റ്റാർട്ട് പ്ലാനിംഗ് കൊടുത്തു നോക്കാം. ഇവിടെ പ്ലോട്ട് ഡീറ്റെയിൽസ്, ബഡ്ജറ്റ്, ഫാമിലി ഡീറ്റെയിൽസ്, റൂം റിക്വയർമെന്റ്, ഫർണിച്ചർ, എക്സ്റ്റീരിയർ സ്റ്റൈല്, റെഫറൻസ് ഇമേജ് തുടങ്ങി എല്ലാ വിവരങ്ങളും നമുക്ക് ഒരേ സ്ഥലത്ത് നമുക്ക് കൊടുക്കാൻ പറ്റും. അതുകൊണ്ട് ഒരു കാരണവശാലും നമുക്ക് ഒരു കാര്യവും മിസ്സാകത്തില്ല. അതിന് വേണ്ടിയിട്ടുള്ളതാണ് ഇവിടെ കണ്ടോ. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ നമുക്ക് ആവശ്യമായിട്ടുള്ള റൂമുകൾ സെലക്ട് ചെയ്യുക എന്നുള്ളതാണ്. ഇപ്പൊ കണ്ടോ, ഇവിടെ സിറ്റ് ഔട്ട്, ലിവിങ്, ഡൈനിങ്, മാസ്റ്റർ ബെഡ്റൂം, കിച്ചണ്, വർക്ക് ഏരിയ, ബാത്റൂം, ബാത്റൂം ഒന്നുകൂടെ വേണമെങ്കിൽ ഒന്നുകൂടെ ആഡ് ചെയ്യാം, സ്റ്റോർ റൂം, പ്രെയർ റൂം, ഹോം ഓഫീസ്. അപ്പൊ നമുക്ക് ഏതൊക്കെയാണോ വേണ്ടത് ഇതെല്ലാം ഇവിടെ ആഡ് ചെയ്യാന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ട കാര്യം. അതിനുശേഷം നമ്മൾ ഓരോ റൂമിന്റെയും പോയിട്ട് ഫർണിച്ചർ സെലക്ട് ചെയ്യുക എന്നുള്ളതാണ് രണ്ടാമത് ചെയ്യേണ്ട കാര്യം. ഇതിലൂടെ പോയി കഴിഞ്ഞാൽ നമുക്ക് വേണ്ട മിനിമം അളവുകൾ കൊടുക്കാം, നമുക്ക് ഏത് ടൈപ്പ് മോഡലാണെന്ന് കൊടുക്കാം, അതുകൂടാതെ നമ്മുടെ കയ്യിൽ റെഫറൻസ് ഇമേജ് ഉണ്ടെങ്കിൽ റെഫറൻസ് ഇമേജ് കൊടുക്കാം. അതിനുശേഷം നമ്മുടെ സാമ്പത്തികം അനുസരിച്ച് നമ്മൾ മേടിക്കാൻ പോകുന്ന ഫർണിച്ചറുകൾ സെലക്ട് ചെയ്യുക. ഇതുണ്ട, സിംഗിൾ സോഫ, 2 സീറ്റർ സോഫ, 3 സീറ്റർ സോഫ. നമ്മൾ 3 സീറ്റർ ആണെങ്കിൽ ഇവിടെ 3 സീറ്റർ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ 3 സീറ്റർ സോഫയുടെ പല പല റേറ്റുകളും സൈസും കാണാം. എന്നാൽ നമുക്ക് ഇഷ്ടപ്പെട്ട റേറ്റ് ഏതാണെന്നുള്ളത് നോക്കുക. അപ്പോൾ നമ്മൾ അവിടെ പോയിട്ട് ആ റേറ്റ് നമുക്കിവിടെ കൊടുക്കാൻ പറ്റും മാനുവലായിട്ട്. അതോടൊപ്പം തന്നെ ഇവിടെ ക്വാണ്ടിറ്റി ആഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ രീതിയിലേക്ക് നമുക്ക് വേണ്ട ഫർണിച്ചറുകൾ നമ്മൾ സെലക്ട് ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ ഫസ്റ്റ് ചെയ്യേണ്ട രീതി. പിന്നെ റേറ്റും സൈസും കമ്പാരിസൺ ചെയ്യാൻ വേണ്ടിയാണ് നമ്മളിവിടെ ആമസോണിന്റെ ലിങ്കും കാര്യങ്ങളും കൊടുത്തേക്കുന്നത്. ഇപ്പൊ നമുക്ക് വേറെ എന്തെങ്കിലും കസ്റ്റമായിട്ട് ഫർണിച്ചർ വേണമെങ്കിൽ അതും ഇവിടെ ആഡ് ചെയ്യാനുള്ള കാര്യങ്ങളും നമുക്ക് ഇപ്പൊ നമ്മുടെ സാമ്പത്തികം അനുസരിച്ച് നമ്മൾ മേടിക്കാൻ പോകുന്ന ഫർണിച്ചറുകളാണ് ഇവിടെ കൊടുക്കേണ്ടത്. ഇപ്പൊ ബെഡ്റൂമിന്റെ ഉണ്ട് നമ്മൾ കൊടുത്തിട്ടുണ്ട്. അതുപോലെ നമുക്ക് എന്തൊക്കെ സാധനങ്ങളാണ് വേണ്ടത് അതെല്ലാം കൊടുക്കുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ടത്. അതിനുശേഷം നമുക്ക് എക്സ്റ്റീരിയറിൽ നമുക്ക് ഇഷ്ടപ്പെട്ട ഡിസൈനുകൾ ഉണ്ടെങ്കിൽ അത് നമുക്ക് കൊടുക്കാം. നമുക്ക് എന്തെങ്കിലും എഴുതി കൊടുക്കാനുണ്ടെങ്കിൽ അത് കൊടുക്കാൻ പറ്റും. ഉള്ള കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടാണ് എ കൊണ്ട് നമ്മൾ അനലൈസേഷൻ ചെയ്യുക. നമുക്ക് കൃത്യമായിട്ടുള്ള പ്രൊജക്ട് സമ്മറി നൽകും, ബഡ്ജറ്റ് എസ്റ്റിമേഷൻ തരും, റെക്കമെൻഡഡ് റൂം സൈസ് എഴുതും, ഫർണിച്ചറിന്റെ അനാലിസിസ് തരും, 2D പ്രോംപ്റ്റ് നൽകും, ഉള്ള കാര്യങ്ങളെല്ലാം തരും. ഇപ്പൊ കണ്ടോ, അത് നമുക്ക് കിച്ചണിന്റെ ഇമേജ് ആണ് നമുക്ക് വേണ്ടെന്നുണ്ടെങ്കിൽ റെക്കമെൻഡ് ചെയ്യുന്ന സൈസ് ഇതാണ് നമ്മുടെ സാമ്പത്തികം അനുസരിച്ച് കൊടുത്ത ഫർണിച്ചർ അനുസരിച്ച്. ഇത് നമുക്ക് ജെമിനി പോയി കഴിഞ്ഞാൽ പ്രോംപ്റ്റ് നമ്മൾ പേസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇമേജ് ആയിട്ട് ജനറേറ്റ് ചെയ്യാൻ പറ്റും. അങ്ങനെ ഓരോ റൂമിന്റെ നമുക്ക് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ എക്സ്റ്റീരിയർ ചെയ്യാൻ പറ്റും. ഫോട്ടോയുടെ ഉണ്ടെങ്കിൽ ഇതുണ്ട്, ഫ്ലോർ പ്ലാൻ നമുക്ക് ഇതേപോലെ ചെയ്യാൻ പറ്റും. ഇത് ജസ്റ്റ് ഒരു കൺസെപ്റ്റ് എന്നുള്ള രീതിയിൽ മാത്രം കണ്ടാൽ മതി. ഈ രീതിയിലേക്ക് നമുക്ക് എന്തൊക്കെയാണോ നമുക്ക് വേണ്ടതെന്നുള്ളത് നമുക്ക് കൺസെപ്റ്റ് ബേസ് ആയിട്ട് നമുക്ക് ചെയ്യാൻ വേണ്ടി ഇത് ഉപയോഗിക്കാൻ പറ്റും. ഇനി നമുക്ക് എക്സ്റ്റീരിയർ എടുക്കണം എന്നുണ്ടെങ്കിൽ എക്സ്റ്റീരിയർ നമുക്ക് ഇതേപോലെ പ്രോംപ്റ്റിൽ നിന്ന് എടുത്ത് ജനറേറ്റ് ചെയ്യാൻ പറ്റും. നമുക്ക് കൊടുത്തേക്കുന്ന ഇമേജിന്റെ ജനറേറ്റ് ചെയ്യാനുള്ള പ്രോംപ്റ്റുകളാണ് കൊടുത്തത്. ജസ്റ്റ് കോപ്പി എടുക്കുക, പേസ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എല്ലാം ഇതേപോലെ ചെയ്യാൻ പറ്റും. ഇത് ജസ്റ്റ് നമുക്കൊന്ന് കൺസെപ്റ്റ് ആയിട്ട് നമുക്ക് അറിഞ്ഞിരിക്കാൻ വേണ്ടി മാത്രമുള്ളതാണ് ഈ ഒരു ടൂൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പൊ ഈ രീതിയിൽ നമുക്ക് വേണ്ട റൂമിന്റെ അപ്രോക്സിമേറ്റ് സൈസ് അറിയാൻ വേണ്ടിയിട്ടും ഡീറ്റെയിൽസ് അറിയാൻ വേണ്ടിയിട്ടുള്ളതാണ് ഈ ഒരു ടൂൾ എന്ന് പറഞ്ഞാൽ. ഇനി ഇതിനേക്കാളും ഈസി ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്നതാണ് നമ്മുടെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ടൂൾ. ഇതാണ് നമ്മുടെ രണ്ടാമത്തെ ടൂള്. ഇതിനകത്ത് പോയിട്ട് നമുക്ക് ആദ്യം ആവശ്യമായിട്ടുള്ള റൂമുകൾ സെലക്ട് ചെയ്യുക എന്നുള്ളതാണ്. അപ്പൊ എനിക്ക് വേണ്ടത് ബെഡ്റൂം വേണം, ലിവിങ് വേണം, ഡൈനിങ് വേണം, കിച്ചൺ വേണം, മാസ്റ്റർ ബെഡ്റൂം വേണം. അത് കഴിയുമ്പോഴത്തേക്കും ഹോം ഓഫീസ് വേണമെങ്കിൽ അത്, പ്രയർ റൂം വേണമെങ്കിൽ അത്, ബാത്റൂം വേണമെങ്കിൽ അത്. ബാത്റൂം ഒന്നിൽ കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ ഇവിടെ 2, 3 ടൈപ്പ് ചെയ്യാം. ബെഡ്റൂം നമുക്ക് ഒന്നിൽ കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ ഒന്നുകൂടെ ആഡ് ചെയ്യാം. അപ്പൊ ഈ രീതിയിൽ നമുക്ക് ആവശ്യമായിട്ടുള്ള റൂമുകൾ സെലക്ട് ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ ഫസ്റ്റ് ചെയ്യേണ്ടത്. അതിനുശേഷം നമ്മൾ ചെയ്യേണ്ടത് അത് കണ്ടിന്യൂറ്റി പ്ലാനറിൽ പോകുക എന്നുള്ളതാണ്. ഈ കണ്ടിന്യൂറ്റി പ്ലാനറിൽ പോയിട്ട് നമ്മുടെ സാമ്പത്തികം അനുസരിച്ച് നമ്മൾ ആ പുതിയ വീട്ടിലേക്ക് മേടിക്കാൻ പോകുന്ന ഫർണിച്ചറുകളാണ് നമ്മൾ എടുക്കുന്നത്. അപ്പൊ എന്റെ സാമ്പത്തികം അനുസരിച്ച് എനിക്കൊരു 10 ലക്ഷം രൂപ വരെ എനിക്ക് ഒരു വീട് നിർമ്മിക്കാനായിട്ട് എനിക്ക് കൊടുക്കാമെന്ന് വിചാരിച്ചു. അപ്പൊ ഞാനിവിടെ 10 ലക്ഷം എന്നുള്ളത് എന്റെ ബഡ്ജറ്റ് ഇടുന്നു. ഈ 10 ലക്ഷം രൂപയ്ക്കകത്ത് എനിക്ക് മേടിക്കാൻ പോകുന്ന ഫർണിച്ചറുകളാണ് ഞാനിവിടെ സെലക്ട് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇവിടെ 0 ആണ് സെലക്ട് ചെയ്തത്. പിന്നെ ഞാനിവിടെ ബെഡ്റൂമിൽ പോകുന്നു. ബെഡ്റൂമിൽ പോയി കഴിയുമ്പോഴത്തേക്കും കണ്ടോ, ഇവിടെ ആമസോണിന്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. ആമസോണിന്റെ ലിങ്കിന്റെ അകത്ത് പോയി കഴിഞ്ഞാൽ ഇവിടെ കൊടുത്തേക്കുന്നത് കിങ് സൈസ്. നമുക്ക് വേണ്ട കിങ് സൈസ് ആണെങ്കിൽ അതിന്റെ അപ്രോക്സിമേറ്റ് സൈസ് കൊടുത്തിട്ടുണ്ട്. അതിന്റെ റേറ്റും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ പോയിട്ട് നമുക്ക് ഇഷ്ടമുള്ള റേറ്റ് നമുക്ക് കണ്ടുപിടിക്കാം. ഇപ്പൊ എനിക്ക് വേണ്ടത് ഇതാണ്, 20,000 രൂപയാണെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാനിവിടെ കാണുമ്പോഴത്തേക്കും 35,000 രൂപയാണ്. അപ്പോൾ ഞാനിവിടെ സെലക്ട് ചെയ്തു. സെലക്ട് ചെയ്തിട്ട് ഞാനിവിടെ പോയിട്ട് 20,000 രൂപ എന്നാക്കി. അപ്പോൾ എനിക്ക് ഇഷ്ടമുള്ള സൈസ്. എന്നിട്ട് ഞാൻ ഇവിടെ പോയിട്ട് കഴിഞ്ഞാൽ എനിക്ക് ഇതിന്റെ സൈസും കാര്യങ്ങളും എനിക്ക് അറിയാൻ പറ്റും. അപ്പൊ ആ രീതിയിലേക്ക് നമുക്ക് ആവശ്യമായിട്ടുള്ള ഫർണിച്ചറുകൾ നമുക്ക് ഇവിടെ സൈസ് ചേഞ്ച് ചെയ്യണമെങ്കിൽ സൈസും കാര്യങ്ങളൊക്കെ ചേഞ്ച് ചെയ്യാൻ പറ്റും. ഇത് മാട്രസ് വേണമെന്നുണ്ടെങ്കിൽ മാട്രസ്, ഇതിന്റെ പ്രൈസ് വേണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഇവിടെ പോയി കഴിഞ്ഞാൽ മാട്രസ്. അപ്പൊ ഇങ്ങനെ നമുക്ക് വേണ്ട സാധനങ്ങൾ ഏതൊക്കെയാണെന്നുള്ളത് നമ്മൾ സെലക്ട് ചെയ്യുക എന്നുള്ളതാണ് നമ്മളിവിടെ ചെയ്യേണ്ട കാര്യങ്ങൾ. അങ്ങനെ നമുക്ക് ആവശ്യമായിട്ടുള്ള റേറ്റുകൾ ഇവിടെ ചേഞ്ചസ് വരുത്തിയിട്ട് നമ്മുടെ സാമ്പത്തികം ഇവിടെ നമ്മൾ കൂടിയപ്പോഴത്തേക്കും ഇവിടെ ഉണ്ടോ, ഇവിടെ 2 എണ്ണം കൂടി, 20,000, 13,000 കണ്ടോ. അപ്പൊ നമുക്കിവിടെ 33,000 രൂപയായി. ടോട്ടൽ എമൗണ്ട് 10 ലക്ഷത്തിനകത്ത് 33,000 പോയിട്ട് ഉള്ള ബാക്കിയുള്ള എമൗണ്ട് ആണ് നമുക്ക് ഈ
റിമൈനിങ് ഉള്ളൂ. അപ്പോൾ ഈ ഇതിൽ നമ്മുടെ സാമ്പത്തികം ആദ്യം ഫിക്സ് ചെയ്തു. അതിനുശേഷം നമ്മൾ ഇവിടെ നിന്ന് നമുക്ക് ആവശ്യമായിട്ടുള്ള സൈസുകൾ ഇതേപോലെ എടുക്കുക എന്നുള്ളതാണ്. ഇത് നമുക്കിവിടെ ടാലി ആകുന്നുണ്ടോ എന്ന് നോക്കാം. എങ്ങാനും നമുക്ക് ആകുന്നില്ലെങ്കിൽ നമുക്ക് ഡിഡക്ട് ചെയ്യേണ്ടതൊക്കെ നമുക്ക് ഡിഡക്ട് ചെയ്യാൻ പറ്റും. ആ രീതിയിൽ വേണ്ടിയിട്ടുള്ളതാണ് നമ്മൾ ഈ കാര്യങ്ങളെല്ലാം ചെയ്യുന്നത്. അപ്പോൾ നമുക്കത് ചെയ്ത് കഴിഞ്ഞപ്പോൾ നമുക്ക് ഏതെങ്കിലും ഫർണിച്ചറിനകത്ത് ഇല്ലെന്ന് വിചാരിച്ചു. അപ്പോൾ ഇവിടെ ആഡ് ഫർണിച്ചറിനകത്ത് പോയിട്ട് നമുക്ക് ഫർണിച്ചർ ആഡ് ചെയ്യാം. അതിൻ്റെ പേര് കൊടുക്കാം, അതിൻ്റെ ലെങ്ത് കൊടുക്കാം, വിഡ്ത്ത് കൊടുക്കാം, ക്വാണ്ടിറ്റി കൊടുക്കാം, അതിൻ്റെ പ്രൈസും കൊടുക്കാം. ഈ രീതിയിൽ നമുക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ സാധനങ്ങളും നമുക്ക് ഇതിനകത്ത് ഫസ്റ്റ് ആഡ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ഇങ്ങനെ നമ്മൾ ചെയ്യുമ്പോഴത്തേക്കും നമ്മുടെ സാമ്പത്തികം അനുസരിച്ച് നമ്മൾ മേടിക്കാൻ പോകുന്ന ഫർണിച്ചറുകൾക്കനുസരിച്ച് നമുക്ക് എഐയെ കൊണ്ട് സ്പേസ് ഒപ്റ്റിമൈസേഷൻ ചെയ്യുന്ന രീതിയിൽ ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ ഈ കാര്യങ്ങളെല്ലാം ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെ നമുക്ക് വേണ്ട സാധനങ്ങൾ നമ്മൾ ആദ്യമേ സെലക്ട് ചെയ്യും. ഇപ്പോൾ ഉദാഹരണമായിട്ട് കണ്ടോ, നമ്മൾ സെലക്ട് ചെയ്യുന്നതനുസരിച്ച് ഇവിടുത്തെ മാറും. അപ്പോൾ നമുക്ക് ഓട്ടോമാറ്റിക് ആയിട്ട് നമുക്ക് വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് ലിസ്റ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത. ഇങ്ങനെ നമ്മൾ സെലക്ട് ചെയ്തതിനു ശേഷം നമ്മളിവിടെ അവസാനം കൊടുക്കുന്നത് അനലൈസ് നൗ എന്നുള്ള ക്ലിക്ക് ചെയ്യുക. അനലൈസേഷൻ കൊടുക്കാൻ നേരത്ത് എഐ ഇത് അനലൈസേഷൻ ചെയ്യും. എന്നിട്ട് എഐ നമുക്ക് പ്രോംപ്റ്റ് തരും. അതായത് ഇപ്പോൾ കിടന്നത് 11 റൂമുകളാണ് സെലക്ട് ചെയ്തേക്കുന്നത്, അതിൽ 18 ഫർണിച്ചറുകളാണ് സെലക്ട് ചെയ്തേക്കുന്നത്. ടോട്ടലായിട്ടുള്ള ഫർണിച്ചറുകളുടെ പ്രൈസാണ് ഇവിടെ കൊടുത്തേക്കുന്നത്. ടോട്ടൽ ബഡ്ജറ്റ് 10 ലക്ഷമായിരുന്നു. ഇനി നമുക്ക് ഇവിടെ വന്നതിന് ശേഷം നമുക്കിവിടെ ഓരോ ബെഡ്റൂമിന്റെ ബഡ്ജറ്റ് ഉണ്ട്. 1,25,000 രൂപയുടെ സാധനമാണ് നമ്മൾ സെലക്ട് ചെയ്തേക്കുന്നത്. അപ്പോൾ അതിന്റെ അനുസരിച്ച് നമ്മൾ കൊടുത്തേക്കുന്ന കിങ് സൈസ്, മാട്രസ്, വാർഡ്രോബ് അതുപോലുള്ള ഇത്ര 9 സാധനങ്ങളാണ് നമ്മൾ കൊടുത്തേക്കുന്നത്. അപ്പോൾ ഇത്രയും സൈസുള്ള ഈ സാധനങ്ങൾ വരണമെന്നുണ്ടെങ്കിൽ അവർ റെക്കമെൻഡ് ചെയ്യുന്ന സൈസ് 15 അടി ഇൻറ്റു 15 അടിയാണ് റെക്കമെൻഡ് ചെയ്യുന്നത്. ഇല്ല മിനിമം 13.1 ഇൻറ്റു 13.1 അടിയെങ്കിലും നമുക്ക് വേണമെന്നാണ് പറയുന്നത്. അടുത്ത് നമ്മൾ ഈ ഒരു ഫർണിച്ചറുകളെല്ലാം കൃത്യമായിട്ട് സ്പേസ് യൂട്ടിലൈസേഷൻ ചെയ്യുന്ന രീതിയിൽ നമുക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ടോപ്പ് വ്യൂ, നമ്മൾ ആർക്കിടെക്ചറിന്റെ ടോപ്പ് വ്യൂ ആയിട്ടുള്ള ഒരു റൂമിന്റെ ഇതായിട്ട് എടുത്തു കഴിഞ്ഞാൽ ഓട്ടോകാഡ് വ്യൂ ആയിട്ട് കണ്ടു കഴിഞ്ഞാൽ ഇതുണ്ടോ അതിന്റെ റൂമിന്റെ സൈസ് ആണ് വന്നേക്കുന്നത്. അതിൻ്റെ അകത്ത് എത്ര ദൂരം മാറിയിട്ടാണ് ഓരോ ഫർണിച്ചറുകളും വരുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ കൃത്യമായിട്ട് വന്നിട്ടുണ്ട്. ജസ്റ്റ് കോപ്പി ചെയ്യുക, ജെമിനി പോയിട്ട് ഇമേജ് ജനറേറ്റ് ചെയ്യുക. അങ്ങനെ ജനറേറ്റ് ചെയ്ത ഇമേജിനെ 2D നമുക്ക് 3D ആക്കാനുള്ളതോ കൺവേർട്ട് ഈ അപ്ലോഡ് 2D ഫ്ലോർ പ്ലാൻ ഇൻറ്റു ഫോട്ടോ റിയലിസ്റ്റിക് 3D എന്ന് പറയും. അപ്പോൾ ആ 2D അവസാനത്ത് 3D ആക്കിയിട്ട് മാറ്റാനുള്ള സാധനമാണ് ഇവിടെ കൊടുക്കുന്നത്. അപ്പോൾ ഇതിന് അനുയോജ്യമായിട്ടുള്ള രീതിയിൽ ഓട്ടോമാറ്റിക് ആയിട്ട് പ്രോംപ്റ്റ് അപ്പം നമ്മൾ എടുക്കുന്ന ഫർണിച്ചറുകൾ ഏതാണോ ആ ഫർണിച്ചറുകൾക്കനുസരിച്ച് ഇവിടെ കൃത്യമായിട്ട് ഇമേജ് ജനറേറ്റ് ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യുന്നത്. അങ്ങനെ നമുക്ക് ഓരോ റൂമിന്റെ നമുക്ക് കൃത്യമായിട്ട് 2Dയും 3Dയിലും കണ്ട് മനസ്സിലാക്കിയിട്ട് ക്ലയന്റിനെ കാണിച്ച് അല്ലെ ക്ലയന്റിന്റെ കയ്യിൽ നിന്ന് കൺസെപ്റ്റ് മനസ്സിലാക്കിയിട്ട് വേണം നമ്മൾ അടുത്ത സ്റ്റെപ്പിലേക്ക് നമുക്ക് കടക്കാനായിട്ട്. ഇതുവരെ നമ്മൾ ക്യാഡിൽ വരയ്ക്കാൻ തുടങ്ങിയിട്ടില്ല. ക്യാഡിൽ ഡിസൈൻ വരയ്ക്കുന്നതിന് മുമ്പ് നമുക്ക് ഇതേപോലെ ഹാൻഡ് സ്കെച്ചിലൂടെ വരയ്ക്കാൻ പറ്റും. അതിനുവേണ്ടി നമുക്ക് ക്യാൻവയുടെ ടൂൾ ഉപയോഗിക്കാൻ പറ്റും. ജസ്റ്റ് ഹാൻഡ് സ്കെച്ച് കൊടുത്തിട്ട് നമ്മൾ ഏതൊക്കെ റൂമുകളാണെന്ന് പറഞ്ഞ് എഴുതി കൊടുത്താൽ മാത്രം മതി. പിന്നെ കുറച്ചും കൂടെ നിങ്ങൾക്ക് വരയ്ക്കാൻ അറിയാമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഈ ലൈനുകൾ ഇങ്ങനെ കൊടുത്തിട്ട് നിങ്ങൾക്ക് ഡിസൈനുകളാക്കി നിങ്ങൾക്ക് ചെയ്യാനും പറ്റും. അവിടെ ജസ്റ്റ് ഇവിടെ പോയിട്ട് നമ്മൾ ലൈനുകൾ ഇങ്ങനെ കൊടുത്താൽ മതി. അപ്പം നിങ്ങൾക്ക് പേഡ് ടൂളുകളോ കാര്യങ്ങളോ ഒന്നും ഇല്ലാതെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. ജസ്റ്റ് ഇതേപോലെ കോപ്പി പേസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ റൂമായി. ഇതേപോലെ നമുക്ക് ആവശ്യമായിട്ടുള്ള റൂമുകൾ നമുക്ക് ഇതേപോലെ ജസ്റ്റ് ഡിസൈൻ ഇട്ടാൽ മതി. നമ്മളെ കൺസെപ്റ്റ് എന്താണെന്ന് അറിയാൻ വേണ്ടി മാത്രമുള്ളതാണ്. അതുകൊണ്ട് നമുക്ക് ഇതേപോലെ നമുക്ക് ഈസി ആയിട്ട് നമുക്ക് ഈ ഒരു ലൈനുകൾ ഉപയോഗിച്ച് നമുക്ക് ചെയ്യാൻ പറ്റും. ഇതേപോലെ നമുക്ക് സ്റ്റെയർ ഉൾപ്പെടെ നമുക്ക് എന്തൊക്കെയാണെന്നുള്ളത് ജസ്റ്റ് ഇതേപോലെ കൊടുത്താൽ മാത്രം മതി. പെർഫെക്ഷനോ കാര്യങ്ങളോ ഒന്നും നോക്കണ്ട. കാരണം ചിലപ്പോൾ മണിക്കൂറെടുത്ത് നമ്മൾ ചെയ്യുന്ന സാധനമായിരിക്കും ക്ലയന്റ് വന്നിട്ട് ക്ലയന്റിന് ഇഷ്ടപ്പെട്ടില്ല എന്ന് പറയാനായിട്ട്. ആദ്യമേ തന്നെ ക്ലയന്റ് ഇഷ്ടങ്ങൾ എന്താണ്, അവർക്ക് വേണ്ടാത്ത കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കാൻ വേണ്ടി നമുക്ക് ഇതേപോലെ നമുക്ക് ടൂളുകളിലൂടെ നമുക്ക് ചെയ്യാൻ പറ്റും. അത് കഴിയുമ്പോഴത്തേക്കും നമുക്ക് വേണ്ട സാധനം നമുക്ക് ഇവിടുന്ന് കോപ്പി പേസ്റ്റ് ചെയ്യാം. ഞാനിവിടെ സിറ്റ് ഔട്ട് ഇവിടെ കൊടുത്തു, ബെഡ്റൂം ഇവിടെ കൊടുത്തു, ടോയ്ലറ്റ് ഇവിടെ കൊടുത്തു, അതിൻ്റെ ഡിസൈൻ ഇവിടെ ഒരു ബെഡ്റൂം കണ്ടോ. അതുപോലെ നമുക്ക് ഇതേപോലെ ഹാൻഡ് സ്കെച്ചിലൂടെ വരയ്ക്കാം, അല്ലെങ്കിൽ നമുക്ക് ഇതേപോലെ നമ്മൾ ലൈനുകൾ ഉപയോഗിച്ച് നമുക്ക് വരയ്ക്കാം. ഇവിടെ കിച്ചൺ ഈ രീതിയിൽ നമുക്ക് ആവശ്യമായിട്ടുള്ള ഇതെല്ലാം നമ്മൾ ഈ ടൂൾ ഉപയോഗിച്ച് നമ്മൾ ചെയ്തു കണ്ടോ. ഏറ്റവും സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റി ഒരു ഡിസൈൻ. ഡോറോ വിൻഡോസും കൊടുക്കണമെന്നുണ്ടെങ്കിൽ കൊടുക്കാം, അത് കൊടുത്തില്ലെങ്കിൽ ഇത് ചെയ്യാൻ മതി. എന്നിട്ട് നമുക്ക് ഇതിനെ ഒരു ഇമേജ് ഫയലായിട്ട് നമുക്ക് ഡൗൺലോഡ് ചെയ്യാം. ഇതുണ്ടോ, ഇതാണ് നമ്മൾ ചെയ്തേക്കുന്ന ഡിസൈന്. ഏറ്റവും സിമ്പിളായിട്ട് സിറ്റ് ഔട്ട്, ലിവിങ്, ഡൈനിങ്, ബെഡ്റൂം, ടോയ്ലറ്റ്, കിച്ചണ് ഈ രീതിയിൽ നമുക്ക് ആവശ്യമായിട്ടുള്ള ഡിസൈന്. സൈസും കാര്യങ്ങളും നോക്കണം. നമുക്കൊരു ഡിസൈൻ കൺസെപ്റ്റ് എടുക്കുക എന്നുള്ളതാണ്. ക്ലയന്റിനെ കൊടുത്തിട്ട് പൊസിഷൻ ആദ്യമായിട്ട് ഫൈനലൈസേഷൻ ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ ആദ്യമേ ചെയ്യേണ്ടത്. അതിനുവേണ്ടി നമുക്ക് ഉപയോഗിക്കുന്ന ടൂളുകളാണ്. ഒന്നിൽ നമുക്ക് AI സ്റ്റുഡിയോ എന്ന് പറയുന്ന ടൂൾ ഉപയോഗിക്കാം, അല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് ക്വിക്ക് 3D എന്നുള്ള ഉപയോഗിക്കാം. രണ്ടും നമുക്ക് ഏത് വേണമെങ്കിലും നമുക്ക് ഉപയോഗിക്കാം. ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്നതാണ് നമ്മുടെ സോഫ്റ്റ്വെയർ. ഇവിടെ പോയിട്ട് നമ്മളിപ്പോൾ കൊടുക്കാൻ പോകുന്ന 2D ഫ്ലോർ പ്ലാൻ ആയതുകൊണ്ട് ഇവിടെ 2D ഫ്ലോർ പ്ലാൻ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നു. ഇവിടെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ സ്റ്റാർട്ട് ഡിസൈൻ കൊടുത്തിട്ട് നമ്മൾ 3D ഫ്ലോർ പ്ലാൻ ഇതിനകത്ത് കണ്ടോ മെറ്റീരിയൽ മാറ്റാം, ഫർണിച്ചർ റീപ്ലേസ് ചെയ്യാം, ഫർണിച്ചർ റിമൂവ് ചെയ്യാം, എക്സ്റ്റീരിയർ ഡിസൈൻ ചെയ്യാം, സ്കെച്ച് റെൻഡർ കൊടുക്കാം, 3D ഫ്ലോർ പ്ലാൻ ചെയ്യാം. അങ്ങനെ പല പല കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഇത് ഉപയോഗിക്കുന്നത്. അപ്പോൾ നമ്മൾ ആദ്യമേ ആ ഇമേജ് അപ്ലോഡ് ചെയ്യുക എന്നുള്ളതാണ് ഫസ്റ്റ് നമ്മൾ ചെയ്യുന്നത്. അടുത്ത് നമ്മൾ ഇത് തന്നെ ജെമിനിയിലും പോയിട്ട് നമുക്ക് ഇമേജ് അപ്ലോഡ് ചെയ്യാം. ജെമിനിയിൽ അപ്ലോഡ് ചെയ്യുന്നതോടൊപ്പം തന്നെ ഇവിടെ ക്രിയേറ്റ് ഇമേജ് എന്നുള്ളത് നമ്മൾ സെലക്ട് ചെയ്യണം. അതിനുശേഷം നമ്മൾ പോയിട്ട് ഇവിടെ നമുക്ക് എന്തൊക്കെ മാറ്റങ്ങളാണ് വേണ്ടതെന്നുള്ളതാണ് ഇവിടെ ചെയ്യേണ്ടത്. ഇവിടെ ഞാനിപ്പോൾ പ്രത്യേകിച്ച് മാറ്റമൊന്നും വരുത്തുന്നില്ല. ഇവിടെ ഫ്ലോർ പ്ലാൻ തന്നെയാണ് വേണ്ടത്.
അത് രാത്രിയിലത്തെ വ്യൂ ആക്കണമെങ്കിൽ രാത്രിയിലത്തെ ആക്കാം, ഡേ ലൈറ്റ് ആണെങ്കിൽ ഡേ ലൈറ്റ്, അങ്ങനെ എന്ത് വേണമെങ്കിലും നമുക്ക് കളർ ലൈറ്റ് വരെ നമുക്ക് മാറ്റാനായിട്ട് ഈ ടൂൾ ഉപയോഗിച്ച് ചെയ്യാൻ സാധിക്കും. ഇവിടെ ജസ്റ്റ് പ്രോംപ്റ്റ് ജനറേറ്റ് ചെയ്യുന്നു, ആ പ്രോംപ്റ്റ് കോപ്പി ചെയ്യുന്നു, ഇവിടെ വന്ന് പേസ്റ്റ് ചെയ്യുന്നു, സബ്മിറ്റ് കൊടുക്കുന്നു. ഇവിടെ ഞാൻ കൊടുക്കുന്നത് റിയലിസ്റ്റിക് 3D ഫ്ലോർ പ്ലാൻ. ഇവിടെ ഞാനൊരു പ്രോംപ്റ്റ് കൊടുക്കുന്നു, എന്നിട്ട് ഇവിടെ പ്രോംപ്റ്റ് ജനറേറ്റ് ചെയ്യുന്നു. ഈ ജനറേറ്റ് ചെയ്യുന്ന പ്രോംപ്റ്റ് ഞാനിവിടെ കോപ്പി ചെയ്യുന്നു, ഇവിടെ വന്ന് പേസ്റ്റ് ചെയ്യുന്നു, സബ്മിറ്റ് കൊടുക്കുന്നു. എന്നിട്ട് നമ്മൾ കൊടുത്തേക്കുന്നുണ്ടോ, നമ്മൾ കൊടുത്തേക്കുന്നത് ഈ രീതിയിലേക്ക് മാറി കണ്ടോ. എന്നിട്ട് ഞാനിവിടെ പോയിട്ട് റിമൂവ് ടെക്സ്റ്റ് സബ്മിറ്റ് കൊടുക്കുന്നു. അപ്പോൾ ഇതിൻ്റെ അകത്തുനിന്ന് നമ്മൾ കൊടുത്ത 2D 3D ആക്കി വന്നു. അതിനെ നമുക്കൊന്ന് ടെക്സ്റ്റുകളെല്ലാം റിമൂവ് ചെയ്യാനായിട്ടാണ് നമ്മൾ പറഞ്ഞത്. ഓക്കെ, എന്നിട്ട് നമുക്കിത് ഡൗൺലോഡ് ചെയ്തിട്ട് നമുക്ക് ക്ലയൻറ്റിന് കൊടുക്കാം. സ്റ്റെയർ കേസ് നമുക്ക് AI ഉപയോഗിക്കുമ്പോൾ ഈ രീതിയിൽ നമുക്ക് കിട്ടത്തുള്ളൂ. ഇവിടെ കണ്ടോ, ഇവിടെ നമുക്ക് വന്നു, ഇവിടുത്തെ ഇമേജ് നമ്മൾ ഡൗൺലോഡ് ചെയ്യുന്നു. അപ്പോൾ 2 ഇമേജ് നമുക്ക് കിട്ടി. എന്നിട്ട് നമ്മൾ സൂം ചെയ്ത് നോക്കിയിട്ട് ഇതിൽ ഏത് ഇമേജാണ് ഏറ്റവും നന്നായിട്ട് നമുക്ക് ക്ലയൻറ്റിനെ റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റുക എന്നുള്ളത് നോക്കുക. ഇവിടെ കണ്ടോ, ഇവിടെ സിറ്റ് ഔട്ട്, ഇവിടെ നമ്മൾ ഉദ്ദേശിച്ച ലിവിങ്, ഇവിടെ ഒരു ഡൈനിങ്, ഇവിടെ സ്റ്റെയർ കേസ്, ഇവിടെ ഒരു ബെഡ്റൂം, ഇവിടെ ടോയ്ലറ്റ്, ഇവിടെ ബെഡ്റൂം, ഇവിടെ ബെഡ്റൂം. ഇതായിരുന്നു നമ്മൾ ഉദ്ദേശിച്ച ഡിസൈൻ. കണ്ടോ, ഈ ഒരു ഡിസൈനാണ് നമ്മൾ പറഞ്ഞത്. അപ്പോൾ ക്ലയൻറ്റിന് ഇങ്ങനെ കൊടുത്തു കഴിയുമ്പോഴത്തേക്കും ക്ലയൻറ്റ് സൂം ചെയ്ത് കാണുമ്പോഴത്തേക്കും ഇത് എങ്ങനെയാണെന്നുള്ളത് മനസ്സിലാക്കാൻ പറ്റും. ഇനി അടുത്ത് നമ്മുടെ രണ്ടാമത്തെ ഇമേജ് കൂടെ നമുക്ക് നോക്കാം. ഇതാണ് നമ്മുടെ രണ്ടാമത്തെ ഇമേജ്. കണ്ടോ, സിറ്റ് ഔട്ട് നേരെ ലിവിങ് ഇങ്ങോട്ട് വരുമ്പോൾ ഡൈനിങ്, ഒരു സ്റ്റെയർ കേസിൻ്റെ നമുക്ക് ഈ ഒരു ആക്രോസിലേ കിട്ടത്തുള്ളൂ. ഇവിടെ കണ്ടോ, ഇവിടെ ഒരു ബെഡ്റൂം, ഇവിടെ ഒരു ടോയ്ലറ്റ്, ഇവിടെ ഒരു ബെഡ്റൂം, ഇവിടെ ഒരു ടോയ്ലറ്റ്, ഇവിടെ ഒരു ബെഡ്റൂം, ഇവിടെ ടോയ്ലറ്റ്, ഇവിടെ കിച്ചണ്, ഇവിടെ വർക്ക് ഏരിയ. ഇതാണ് നമ്മൾ ഉദ്ദേശിച്ച ഡിസൈൻ. ഇതാണ് അവർ വന്നത്. അപ്പോൾ നമ്മൾ ഇത് കൊണ്ട് ക്ലയൻറ്റിനോട് ചോദിക്കുന്നു, ക്ലയൻറ്റ് ഇത് നോക്കിയിട്ട് അതിൻ്റെ അഭിപ്രായം പറയാം. അപ്പോൾ ക്ലയൻറ്റ് വന്നിട്ട് പറയും, എനിക്ക് ഇവിടുത്തെ അടുക്കള വേണ്ട, എനിക്ക് അടുക്കള ഇങ്ങോട്ട് മാറണം, ഇവിടെ ഇങ്ങോട്ട് മാറണം, അല്ലെങ്കിൽ ഈ ബെഡ്റൂം ഇവിടെ നിന്ന് ഇങ്ങോട്ട് മാറണം. അങ്ങനെ അതുപോലുള്ള ചേഞ്ചസ് അവർ പറയും. അപ്പോൾ അവർക്ക് ഇത് കാണുമ്പോഴത്തേക്ക് അവർക്ക് ഏകദേശം ഇത് എന്താണെന്നുള്ളത് മനസ്സിലാക്കാൻ പറ്റും. കണ്ടോ, ചെറിയ സി ലെവലിലേ കിട്ടത്തുള്ളൂ. പക്ഷെ നമുക്ക് ഈ രീതിയിലേക്ക് നമുക്ക് ആ ക്ലയൻറ്റിന് പെട്ടെന്ന് തന്നെ എന്താണ് കൺസെപ്റ്റ് എന്നുള്ളത് ഈസി ആയിട്ട് അവർക്ക് മനസ്സിലാക്കാൻ പറ്റി. ആ മനസ്സിലാക്കുമ്പോഴത്തേക്ക് അവരെന്ത് പറയും, ഇത് ഡിസൈൻ്റെ അത് ഇന്ന ചേഞ്ചസ് ഇന്ന കാര്യങ്ങൾ വേണമെന്ന് പറയും. അങ്ങനെ അവർ പറയുന്ന ചേഞ്ചസുകൾ അനുസരിച്ച് അവരുടെ ഡിസൈൻ ഫൈനലൈസേഷൻ ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ഇവർ തിരിച്ചിങ്ങോട്ട് ആയിക്കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് ഇപ്പുറത്തേക്ക് ആക്കിയാൽ മതി. അങ്ങനെ ആക്കിയിട്ട് നമ്മൾ ഹാൻഡ് സ്കെച്ചിലൂടെ അല്ലെങ്കിൽ ഞാൻ ഈ കാണിച്ചേക്കുന്ന പോലെ ഡ്രോയിങ്ങിലേക്കോ നിങ്ങൾക്ക് മാറ്റിയിട്ട് നിങ്ങൾക്ക് ഡിസൈൻ ഫൈനലൈസേഷൻ ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ അടുത്ത ചെയ്യേണ്ട രീതി. ഇതൊരിക്കലും ഫൈനൽ റെൻഡറിങ്ങിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ടൂളുകളോ കാര്യങ്ങളോ ഒന്നുമല്ല AI ടൂളുകൾ. ഇത് എന്തിനാണെന്ന് വെച്ചാൽ ക്ലയന്റിന് അപ്രൂവൽ കിട്ടിയ ശേഷം മാത്രമേ നമ്മൾ ഫൈനൽ ഓട്ടോകാഡിൽ വരയ്ക്കാൻ തുടങ്ങാവുള്ളൂ. അപ്പോൾ നമുക്ക് മണിക്കൂറുള്ള റീവർക്കുകൾ ഒഴിവാക്കാനും സമയം ലാഭിക്കാനും പണം ലാഭിക്കാനും സാധിക്കും. ഒരു പ്രൊഫഷണൽ എക്സ്പീരിയൻസിന് ക്ലയന്റ് നൽകാനും സാധിക്കും. അപ്പോൾ ആദ്യമേ തന്നെ നമ്മൾ ഇതേപോലെ ഡിസൈൻ കാണിച്ചിട്ട് ആ 2D കൊടുത്ത് അവരുടെ ഡിസൈൻ അപ്രൂവൽ ചെയ്യുന്നതിനേക്കാളും ഇതേപോലെ ക്ലിയർ ആയിട്ട് അവർക്ക് സൂം ചെയ്ത് മനസ്സിലാക്കിയിട്ട് എന്തൊക്കെയാണെന്നുള്ളത് ക്ലിയർ ആയിട്ട് മനസ്സിലാക്കിയ ശേഷം മാത്രം അവരുടെ അപ്രൂവൽ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഫ്യൂച്ചറിലുള്ള കറക്ഷൻസിന്റെ എണ്ണം കുറയ്ക്കാനായിട്ട് സാധിക്കും എന്നുള്ളതാണ് ഇതിന്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത. അത് കഴിഞ്ഞിട്ട് വേണം നമുക്ക് ഇതേപോലെ ഓട്ടോകാഡിനകത്ത് നമ്മൾ ഡ്രോയിങ് വരയ്ക്കാനായിട്ട്. അപ്പോൾ നമുക്ക് ഓൾറെഡി നമുക്ക് റൂമിന്റെ സൈസ് നമുക്ക് AI ഉപയോഗിച്ച് എടുത്തിട്ടുണ്ട്. ഏതൊക്കെ ഫർണിച്ചറുകളാണ് ഓരോ റൂമിനും വേണ്ടതെന്നുള്ള ലേഔട്ട് നമ്മൾ ആദ്യമേ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ മനസ്സിലാക്കിയിട്ടായിരിക്കും നമ്മളിവിടെ ഓട്ടോകാഡിൽ വെച്ചിട്ട് നമ്മൾ പ്ലാൻ വരയ്ക്കുക. അങ്ങനെ ഈ പ്ലാൻ വരച്ചിട്ട് നമ്മൾ ഈ 2D മാത്രം കൊടുത്താൽ പോരാ, ഈ 2D നമുക്ക് 3D കൂടെ ആക്കിയിട്ട് നമുക്ക് കൊടുക്കാൻ പറ്റണം. അതിന് നമ്മൾ നേരത്തെ ഹാൻഡ് സ്കെച്ചിൽ ഉപയോഗിച്ച അതേ ഇത് തന്നെയാണ് ഉപയോഗിക്കുന്നത്. ഇവിടെ പോയിട്ട് നമുക്ക് AI സ്റ്റുഡിയോയിൽ പോകാം, അതുപോലെ തന്നെ ക്വിക്ക് 3D, ഈ രണ്ടെണ്ണത്തിനും നമുക്ക് ഉപയോഗിച്ച് നമുക്ക് ചെയ്യാൻ പറ്റും. ഇതിന്റെ മെത്തേഡ് ഒന്ന് പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ ഈസി ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. എല്ലാത്തിനും ഒരേ പ്രോസസ് തന്നെയാണ്. ഇവിടെ പോവുക, നമ്മുടെ 2D ഇമേജ് അപ്ലോഡ് ചെയ്യുക, ഇവിടെ പോയിട്ട് നമുക്ക് സ്റ്റാർട്ട് ഡിസൈനിൽ പോയിട്ട് നമുക്കിവിടെ 3D ഫ്ലോർ പ്ലാൻ കൊടുക്കുക, എന്നിട്ട് ഇവിടെ ഇമേജ് അപ്ലോഡ് ചെയ്യുക. പിന്നെ നമുക്ക് ജെമിനി പോവുക, ഇവിടെ പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ട് ക്രിയേറ്റ് ഇമേജ് കൊടുത്തിട്ട് ആ ഇമേജ് അപ്ലോഡ് ചെയ്യുക. അടുത്ത ജെമിനിയുടെ ഒരെണ്ണം എടുക്കുക, പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക, ക്രിയേറ്റ് ഇമേജ് കൊടുക്കുക, എന്നിട്ട് ആ ഇമേജ് അപ്ലോഡ് ചെയ്യുക. ഇതാണ് നമ്മൾ ചെയ്യേണ്ടത്. അതിനുശേഷം ഇവിടെ പോയിട്ട് നമുക്ക് ആവശ്യമായിട്ടുള്ള രീതിയിലേക്കുള്ള മാറ്റങ്ങൾ വരുത്തുക. ഇപ്പോൾ ഗ്രൗണ്ട് ഫ്ലോർ ആണ് നമ്മൾ കൊടുത്തേക്കുന്നത്. ഫസ്റ്റ് ഫ്ലോർ ആയിരുന്നെങ്കിൽ ഫസ്റ്റ് ഫ്ലോർ കൊടുക്കണമായിരുന്നു, സെക്കൻഡ് ഫ്ലോർ ആണെങ്കിൽ ഇവിടെ കൊടുക്കണമായിരുന്നു. അതിനുശേഷം നമുക്ക് ഏത് വ്യൂയിലേക്ക് വേണം, ഇപ്പോൾ നമുക്ക് 3D കട്ടവേ കൊടുക്കാം. അതിനുശേഷം നമുക്ക് ഡിസൈനുകളോ കാര്യങ്ങളോ ചേഞ്ചസ് വരുത്തേണ്ടതാണ് നമ്മൾ പറയുന്നത്. ഈ രീതിയിൽ നമുക്ക് വേണ്ട രീതിയിലേക്കുള്ള ഏത് ലൈറ്റ് വ്യൂ ആണ് ഉൾപ്പെടെയുള്ളതാണ്. ഇപ്പോൾ എനിക്ക് വേണ്ടത് ഒരു നൈറ്റ് വ്യൂ ആണ് വേണ്ടെങ്കിൽ നൈറ്റ് വ്യൂ കൊടുത്തു. അതിനുശേഷം ഞാൻ ഇവിടെ പോയിട്ട് നമുക്ക് എന്തെങ്കിലും ചേഞ്ചസ് കാര്യങ്ങളുണ്ടെന്ന് ചെയ്തിട്ട് നമുക്ക് പ്രോംപ്റ്റ് ജനറേറ്റ് ചെയ്യാവുന്നതാണ്. ഇവിടെ പ്രോംപ്റ്റ് ജനറേറ്റ് ആയി, അത് കോപ്പി ചെയ്യുന്നു, ഇവിടെ വന്നിട്ട് പേസ്റ്റ് ചെയ്യുന്നു, സബ്മിറ്റ് ചെയ്യുന്നു. ഇനി ഇവിടെ പോയതിനു ശേഷം നമ്മൾ 3D ഫ്ലോർ പ്ലാൻ സെലക്ട് ചെയ്തതിന് ശേഷം നമ്മൾ ചെയ്യേണ്ടത് ഇവിടെ റിയലിസ്റ്റിക് 3D ഫ്ലോർ പ്ലാൻ ഇത്രയും കൊടുത്താൽ മതി. എന്നിട്ട് ഇവിടെ പ്രോംപ്റ്റ് ജനറേറ്റ് ചെയ്യുക. എന്നിട്ട് ഈ പ്രോംപ്റ്റ് നമ്മളിവിടെ കോപ്പി ചെയ്യുക, ഇവിടെ വന്ന് നമ്മൾ പേസ്റ്റ് ചെയ്യുക, സബ്മിറ്റ് കൊടുക്കുക. അപ്പോൾ നമ്മൾ നേരത്തെ കൊടുത്ത ആ 2Dക്ക് അനുസരിച്ചിട്ട് ഇവിടെ കണ്ടോ, ഇവിടെ 3D ആയിട്ട് വന്നു. ഇവിടെ നമ്മൾ ഡൗൺലോഡ് ചെയ്യുക. അപ്പോൾ ഇതും ഒരു 80% മാത്രമേ ഞാൻ പറയുന്നുള്ളൂ, 100% ഞാൻ പറയുന്നില്ല. പക്ഷെ ഒരു ക്ലയന്റ് നമ്മൾ 2D മാത്രം കൊടുക്കുന്നതിന് പകരമായിട്ട് ഇതേപോലെ 3D കൂടെ കൊടുത്തു കഴിഞ്ഞാൽ
ക്ലയന്റിന് കാര്യങ്ങൾ കുറച്ചുകൂടെ മനസ്സിലാക്കാനായിട്ട് സാധിക്കും എന്നുള്ളതാണ്. ഇത് നമ്മളിവിടെ ഡൗൺലോഡ് ചെയ്യുക. എന്നിട്ട് നമുക്ക് ഇതിൻ്റെ അകത്ത് ഏറ്റവും കൂടുതൽ നമ്മളുമായിട്ട് അലൈൻ ചെയ്യുന്ന ഏതാണോ അത് നമുക്ക് ക്ലയന്റിന് കൊടുക്കുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ടത്. അപ്പോൾ ഇതായിരുന്നു നമ്മുടെ 2D ഇമേജ്. ഇതാണ് നമ്മുടെ നൈറ്റ് വ്യൂ ഉള്ള 3D ഇമേജ്. ഈ രീതിയിൽ ക്ലയന്റിന് കുറച്ചും കൂടെ ഡീറ്റെയിൽ ആയിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കാനായിട്ട് ഈ ടൂൾ ഉപയോഗിച്ച് സാധിക്കും. ഇതായിരുന്നു നമ്മുടെ രണ്ടാമത്തെ ടൂൾ ഉപയോഗിച്ച് ഇമേജ്. കണ്ടോ? അപ്പൊ ഇങ്ങനത്തെ ഇമേജുകൾ നമ്മൾ കൊടുത്തു കഴിയുമ്പോഴത്തേക്കും ഒരു പ്രൊഫഷണൽ ഇതിലേക്ക് നമ്മൾ സാധാരണ 2D കൊടുക്കുന്നതിനെ അപേക്ഷിച്ച് ഇതേപോലെ നമുക്ക് 3Dയിലേക്ക് കൊടുക്കാൻ പറ്റും. അപ്പൊ ക്ലയന്റിന് കുറച്ചും കൂടെ നമ്മൾ കൊടുക്കുന്ന കാര്യങ്ങൾ മനസ്സിലാക്കാനും സാധിക്കും എന്നുള്ളതാണ് ഇതിന്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത. നമുക്ക് 2D ഫ്ലോർ പ്ലാൻ മാത്രമല്ല ഇതേപോലെയുള്ള 2D എലിവേഷനെ നമുക്ക് 3D ആയിട്ട് നമുക്ക് മാറ്റാൻ സാധിക്കും. അപ്പൊ അതിനാദ്യം നമ്മൾ ഈ 2D എലിവേഷൻ നമുക്ക് നമ്മുടെ ടൂളിലേക്ക് നമുക്ക് കോപ്പി ചെയ്യാന്നുള്ളതാണ് ആദ്യം ചെയ്യുന്നത്. അപ്പൊ ഞാനിവിടെ ഞാനിവിടെ നമ്മുടെ ടൂളിൽ പോകുന്നു. എന്നിട്ട് ഇവിടെ പോയിട്ട് 2D എലിവേഷൻ എന്നുള്ളിടത്ത് ക്ലിക്ക് ചെയ്യുന്നു. ഇവിടെ ഇമേജ് അപ്ലോഡ് ചെയ്യുന്നു. ഇവിടെ പോയിട്ട് മാജിക് ഡിസൈൻ മാറ്റിയിട്ട് എക്സ്റ്റീരിയർ റേഡിയസ് എന്നുള്ള കൊടുക്കുന്നു. എന്നിട്ട് ഇവിടെ പോയിട്ട് അതിന്റെ ഇമേജ് അപ്ലോഡ് ചെയ്യുന്നു. അതിനുശേഷം ഞാൻ ജെമിനി പോകുന്നു. ഏറ്റവും ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന സ്റ്റെപ്പാണ്. ഇവിടെ ഒരു തവണ പേസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ക്രിയേറ്റ് ഇമേജ് കൊടുക്കുന്നു. ജെമിനി പോകുന്നു. പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്യുന്നു. ക്രിയേറ്റ് ഇമേജ് കൊടുക്കുന്നു. ഇവിടെ ഇമേജ് അപ്ലോഡ് ചെയ്യുന്നു. അതിനുശേഷം ഇവിടെ പോയിട്ട് നമുക്ക് വേണ്ട എന്താണെന്ന് കൊടുക്കുന്നു. ഇപ്പോൾ ഇവിടെ ഗ്രൗണ്ട് ഫ്ലോർ എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. നമുക്ക് വേണ്ടത് ഫ്രണ്ട് എലിവേഷൻ ആയതുകൊണ്ട് ഫ്രണ്ട് എലിവേഷൻ കൊടുത്തു. അതിനുശേഷം നമുക്ക് ഏത് വ്യൂ ആണ് റിയലിസ്റ്റിക് എലിവേഷൻ ആണെങ്കിൽ അത് കൊടുത്തു. അതിനുശേഷം നമുക്ക് ഇവിടെ പോയിട്ട് നമുക്ക് എന്തെങ്കിലും ചേഞ്ചസ് വേണമെന്നുണ്ടെങ്കിൽ ചേഞ്ചസ് വരുത്താം. അതുപോലെ തന്നെ നമുക്ക് കളർ ചേഞ്ച് ചെയ്യണമെങ്കിൽ കളർ ചേഞ്ച് ചെയ്യാം. അങ്ങനെ എന്ത് കാര്യങ്ങൾ വേണമെങ്കിലും നമുക്ക് ഇവിടെ ചെയ്യാൻ പറ്റും. എന്നിട്ട് ഇവിടെ പ്രോംപ്റ്റ് ജനറേറ്റ് ചെയ്യുക. ആ വരുന്ന പ്രോംപ്റ്റ് ഇവിടെ നിന്ന് ജസ്റ്റ് കോപ്പി കൊടുക്കുക. ഇവിടെ വന്നിട്ട് പേസ്റ്റ് കൊടുക്കുക. സബ്മിറ്റ് കൊടുക്കുക. ഇവിടെ നമ്മൾ ചെയ്യേണ്ടത് റിയലിസ്റ്റിക് 3D എക്സ്റ്റീരിയർ ഇത്രയും കൊടുത്തുള്ളൂ. എന്നിട്ട് ഞാനിവിടെ പ്രോംപ്റ്റ് ജനറേറ്റ് ചെയ്യുന്നു. ആ പ്രോംപ്റ്റ് ജെമിനി പോയി കൊടുക്കുക. ഇതിൽ ഏത് ഇമേജ് ആണോ ഏറ്റവും കൂടുതൽ നമുക്ക് ഇതുമായിട്ട് മാച്ച് ചെയ്യണമെന്ന് നോക്കുക. എന്നിട്ട് അത് നമുക്ക് എടുക്കുക എന്നുള്ളതാണ് നമ്മൾ ക്ലയന്റിന് കൊടുക്കുക. ഇതൊരിക്കലും ഒരു ഫൈനൽ റെൻഡറിങ്ങിന് വേണ്ടിയുള്ള ടൂൾ അല്ല. പക്ഷെ നമുക്ക് ക്ലയന്റിന് നമ്മൾ ഈ 2D കൊടുക്കുന്നതിന് പകരമായിട്ട് കുറച്ചും കൂടെ റിയലിസ്റ്റിക് ആയിട്ട് ക്ലയന്റിന് മനസ്സിലാക്കാനായിട്ട് ഇതുവഴി സാധിക്കും. അപ്പോൾ നമ്മുടെ ഇമേജ് എന്ന് പറഞ്ഞ ഇതായിരുന്നു. ഞാനിവിടെ ഡൗൺലോഡ് ചെയ്യാം. നമ്മൾ കൊടുത്ത ഇമേജ് എന്ന് പറഞ്ഞാൽ ഇതായിരുന്നു. അതിന് പകരമായിട്ട് നമുക്ക് ഈ രീതിയിലേക്ക് നമുക്ക് റെൻഡർ ചെയ്യുന്ന രീതിയിലേക്ക് നമുക്ക് ചെയ്യാൻ പറ്റി എന്നുള്ളതാണ് ഇതിന്റെ പ്രത്യേകത. ഇതിൽ ഏതാണ് നമുക്ക് ഇഷ്ടപ്പെട്ടതെന്ന് നോക്കിയിട്ട് നമുക്ക് ചെയ്യാം. ഇതിന്റെ അകത്ത് തന്നെ നമുക്ക് മെറ്റീരിയൽ കാര്യങ്ങൾ ചേഞ്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടെ മെറ്റീരിയൽ ചേഞ്ച് ചെയ്യാം. അതുപോലെ തന്നെ നമുക്ക് ഏതെങ്കിലും രീതിയിലുള്ള ഫ്ലോർ പ്ലാൻ ആണെങ്കിൽ ഫർണിച്ചർ റീപ്ലേസ് ചെയ്യാം, ഫർണിച്ചർ ആഡ് ചെയ്യാം. അതുപോലെ തന്നെ നമുക്ക് എന്തെങ്കിലും ചേഞ്ചസ് വരുത്തണമെങ്കിൽ ചേഞ്ചസ് വരുത്താം. അതെല്ലാം നമുക്ക് ഈ ടൂളുകൾ ഉപയോഗിക്കാൻ പറ്റുന്നതാണ് നമ്മുടെ ടൂളുകൾ. അപ്പോൾ നമുക്ക് കിട്ടിയേക്കുന്ന ഇമേജ് എന്ന് പറഞ്ഞാൽ ഇതേപോലത്തെ ഒരു എക്സ്റ്റീരിയർ വ്യൂ ആണ് നമുക്ക് കിട്ടിയേക്കണം. നമുക്ക് ഡൗൺലോഡ് ചെയ്യാം. അപ്പോൾ നമ്മൾ ആലോചിച്ചാൽ മതി, നമ്മൾ ജസ്റ്റ് ആ ഒരു 2D എക്സ്റ്റീരിയർ കൊടുക്കുന്നതിനോടൊപ്പം തന്നെ ഇതേപോലെ 3D എക്സ്റ്റീരിയർ കൊടുക്കാൻ നേരത്ത് ക്ലയന്റിന് കുറച്ചും കൂടെ മനസ്സിലാക്കാൻ പറ്റും എന്നുള്ളതാണ്. ഇപ്പോൾ ഇവിടെ കൊടുക്കുന്നുണ്ട്. ഇവിടെ ഒരു ബ്രിക്ക് കൂട്ട് കാര്യങ്ങളൊക്കെയാണ് വന്നേക്കുന്നത്. നമുക്ക് നമ്മുടെ 2D ഇമേജ് പോയി കഴിഞ്ഞാൽ കണ്ടോ, അത് ഇത്തരം കാര്യങ്ങൾ ചിലപ്പം അവർക്ക് ക്ലിയർ ആയിട്ട് ഇത് മനസ്സിലാകുന്നില്ല. കണ്ടോ, ഈ ഒരു ഇമേജ് നമ്മൾ ഇങ്ങനെ കൊടുക്കുന്നതും ഈ ഒരു ഇമേജ് ഇങ്ങനെ കൊടുക്കുന്നതും തമ്മിൽ വ്യത്യാസം കണ്ടോ. അപ്പൊ ഇത് കുറച്ചും കൂടെ ക്ലയന്റിന് അത് എന്താണെന്ന് മനസ്സിലാക്കാനായിട്ട് സാധിക്കും എന്നുള്ളതാണ് ഇതിന്റെ പ്രത്യേകത. ഇതേപോലെ ഓരോന്നും ഇതിങ്ങനെ നമ്മൾ 2D കൊടുക്കുമ്പോഴത്തേക്കും അവർ ക്ലിയർ ആയിട്ട് മനസ്സിലാകത്തില്ല. പക്ഷേ നമ്മൾ ഉദ്ദേശിച്ചത് ഇതാണെന്നുള്ള കാര്യങ്ങൾ ഈ രീതിയിലേക്ക് നമുക്ക് ആക്കാൻ വേണ്ടി നമുക്ക് സാധിക്കും എന്നുള്ളതാണ് പ്രത്യേകത. അപ്പൊ ഇതൊരു ക്ലയന്റിനെ അപ്രൂവലിന് വേണ്ടിയിട്ട് ക്ലയന്റിന് പെട്ടെന്ന് മനസ്സിലാകാൻ വേണ്ടി. അപ്പൊ ഇതിന്റെ അകത്തും ക്ലയന്റ് ചേഞ്ചസ് പറയാം. അപ്പൊ ക്ലയന്റ് ചേഞ്ചസ് പറയുമ്പോഴത്തേക്കും അതനുസരിച്ച് നമുക്ക് 3D ഫൈനൽ 3Dക്ക് ചെയ്യുന്നതിന് മുമ്പായിട്ട് നമുക്ക് മാറ്റങ്ങളൊക്കെ വരുത്തിയിട്ട് എന്നിട്ട് പിന്നെ അവസാനം ഒറ്റ തവണ കൊണ്ട് 3D ചെയ്തിട്ട് നമുക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മുടെ സമയവും കാര്യങ്ങളൊക്കെ കുറയ്ക്കുന്ന രീതിയിലേക്ക് നമുക്ക് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. ഇനിയിപ്പോൾ അടുത്ത് നമുക്ക് CAD-ൽ നമ്മൾ ഇതേപോലെ വരയ്ക്കുന്ന ഒരു ഇമേജ് കൊടുക്കുന്നതിന് പകരമായിട്ട് കുറച്ചും കൂടെ റിയലിസ്റ്റിക് ആയിട്ടുള്ള രീതിയിലേക്ക് നമുക്ക് ഇതെങ്ങനെയാണ് മാറ്റുന്നത് നമുക്ക് നോക്കാം. അതിന് വേണ്ടിയിട്ട് നമുക്ക് AI Studio ഉപയോഗിക്കാം. അതുപോലെ തന്നെ നമുക്ക് Room 3D എന്ന് പറയുന്ന നമ്മുടെ ടൂൾ ഉപയോഗിക്കാം. രണ്ടും നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ ഞാനിവിടെ പോയിട്ട് നമ്മൾ സ്കെച്ച് ടു റെൻഡർ എന്നുള്ളതാണ് ഇവിടെ കൊടുക്കേണ്ടത്. എന്നിട്ട് ഞാനിവിടെ പോയിട്ട് നമ്മുടെ ഇമേജ് നമ്മളിവിടെ അപ്ലോഡ് ചെയ്യുന്നു. ഇവിടെ ആണെങ്കിൽ പോയിട്ട് നമ്മൾ കൊടുക്കേണ്ടത് നമ്മുടെ ഇമേജ് ഇവിടെ നമ്മൾ അപ്ലോഡ് ചെയ്യുക എന്നുള്ളതാണ്. അതാണ് നമ്മുടെ ഇമേജ് അപ്ലോഡ് ചെയ്യുക. അപ്പോൾ നമ്മൾ ഒരു ജെമിനിയിലും ഒരു ChatGPT-യിലും ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ റിസൾട്ട് എങ്ങനെയാണെന്നാണ് നമ്മളിവിടെ നോക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മളിവിടെ കൊടുത്തു. അതിനുശേഷം നമ്മളിവിടെ പോയതിനു ശേഷം നമ്മളിവിടെ ലിവിംഗ് റൂം ആണ് ഓട്ടോമാറ്റിക് ആയിട്ട് ഇവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ ലിവിംഗ് റൂം തന്നെ വന്നിട്ടുണ്ട്. ഇല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിനകത്ത് പല പല റൂമുകളായിട്ട് നമുക്കിവിടെ മാറ്റാൻ പറ്റും. കണ്ടോ, ലിവിംഗ് റൂം, ഫസ്റ്റ് ഫ്ലോർ, സെക്കൻഡ് ഫ്ലോർ, ടെറസ്. അപ്പോൾ ഏതൊക്കെ റൂമുകളാണോ ഇതെല്ലാം നമുക്ക് അതനുസരിച്ച് AI ഡിറ്റക്ട് ചെയ്തിട്ട് അതിനനുസരിച്ചിട്ടുള്ള പ്രോംപ്റ്റും കാര്യങ്ങളായിരിക്കും ഇവിടെ വരിക. അതിനുശേഷം നമ്മളിവിടെ പോയിട്ട് ജസ്റ്റ് ഇവിടെ പ്രോംപ്റ്റ് കൊടുത്താൽ മതി. അപ്പോൾ ഇവിടെ പ്രോംപ്റ്റ് വരും. പിന്നെ ഇവിടെ പോയിട്ട് നമ്മൾ ജസ്റ്റ് കോപ്പി കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് പ്രോംപ്റ്റ് ജനറേറ്റ് ചെയ്യാൻ പറ്റും. പക്ഷേ അതിന് മുമ്പായിട്ട് ഞാൻ ആദ്യമേ തന്നെ ആ ലിവിംഗ് റൂം ഞാനിവിടെ എല്ലായിടത്തും അപ്ലോഡ് ചെയ്യുകയാണ്. ഇവിടെ എല്ലാം ഞാനിവിടെ ക്രിയേറ്റ് ഇമേജ് കൊടുത്തു, ഇമേജ് അപ്ലോഡ് ചെയ്യുന്നു, ക്രിയേറ്റ് ഇമേജ് കൊടുത്തു, അപ്ലോഡ് ചെയ്യുന്നു. എൻ്റെ ഫസ്റ്റത്തെ എനിക്ക് കിട്ടിയേക്കണ പ്രോംപ്റ്റ് ഞാൻ ഇവിടെ നിന്ന് കോപ്പി ചെയ്യുന്നു. അതിനുശേഷം ഒരു ജെമിനിയിൽ ഞാനിവിടെ അപ്ലോഡ് ചെയ്യുന്നു, സബ്മിറ്റ് കൊടുക്കുന്നു. ഒരു ChatGPT ഞാനിവിടെ കൊടുക്കുന്നു, സബ്മിറ്റ് കൊടുക്കുന്നു. അടുത്ത AI Studio പോയിട്ട് നമുക്ക് കിട്ടിയേക്കണതിൻ്റെ അകത്ത് ഇവിടെ ഞാൻ പറയുന്നത് റിയലിസ്റ്റിക് ആയിട്ടുള്ള
3D ലിവിംഗ് റൂം. എന്നിട്ട് ഞാനിവിടെ പ്രോംപ്റ്റ് ജനറേറ്റ് ചെയ്യുന്നു. ഇത് കോപ്പി ചെയ്യുന്നു. എന്നിട്ട് ഞാനിവിടെ പോയിട്ട് അത് പേസ്റ്റ് ചെയ്ത് സബ്മിറ്റ് കൊടുക്കുന്നു. ഇതിനകത്ത് ഏറ്റവും ഈ 4 ഏറ്റവും നന്നായിട്ട് നമുക്ക് കിട്ടിയേക്കുന്ന റിസൾട്ട് ഏതാണോ അതാണ് നമ്മളിവിടെ കൊടുക്കേണ്ടത്. ഈ 2 പ്രോംപ്റ്റുകൾ നമ്മൾ കൊടുത്തപ്പോഴത്തേക്കും നമുക്ക് ChatGPTയിലും ജെമിനിയിലും കിട്ടിയ റിസൾട്ടുകൾ നമുക്ക് നോക്കാം. ഇതാണ് നമുക്ക് കിട്ടിയ റിസൾട്ട്. ഒരെണ്ണം എന്ന് പറഞ്ഞാൽ ഇതേപോലത്തെ റിസൾട്ടാണ് വന്നേക്കുന്നത്. അടുത്തതെന്ന് പറഞ്ഞാൽ നമുക്ക് കിട്ടിയേക്കുന്ന റിസൾട്ട് ഇതാണ്. അടുത്ത റിസൾട്ട് എന്ന് പറഞ്ഞാൽ ഇതാണ് വന്നേക്കുന്നത്. എല്ലാം നമ്മൾ അതേ സാധനം തന്നെ. അപ്പം 4 ഇമേജസ് നമുക്ക് കിട്ടിയേക്കണതിൻ്റെ അതിൽ നിന്ന് ഏറ്റവും ബെറ്റർ ആയിട്ട് നമുക്ക് ക്ലയന്റിന് മനസ്സിലാകുന്ന രീതിയിലുള്ള ഇമേജ് ഏതാണോ അത് നമുക്ക് കൊടുക്കുക. ഇതാണ് നമുക്ക് ക്ലയന്റിന് ഇതാണ് നമ്മൾ കൊടുത്ത ഇമേജ്. ഇവിടെ ടിവി, ഇവിടെ 2 സോഫയും കാര്യങ്ങളും വരുന്ന രീതിയിലേക്ക് ഇവിടെ ഒരു ഡോർ, അതുപോലെ തന്നെ ഇവിടെ ഒരു ഇത്. ഈ രീതിയിലേക്കാണ് നമ്മളിവിടെ കൊടുത്തത്. ഇതായിരുന്നു നമുക്ക് വേണ്ടത്. അപ്പൊ അതിനുള്ള ഇമേജസ് ആണ് ഇവിടെ. ഇത് രണ്ടും ChatGPTയിലാണ് നമുക്ക് കിട്ടിയേക്കുന്നത്. ഇത് നമുക്ക് കിട്ടിയേക്കുന്നത് ജെമിനിയിലാണ് കിട്ടിയേക്കുന്നത്. കണ്ടോ? ഇതാണ് ജെമിനിയിൽ. പിന്നെ അത് ഏതാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതെന്ന് വെച്ചാൽ ആ ഇഷ്ടപ്പെട്ടത് ക്ലയന്റ് മനസ്സിലാകുന്ന രീതിയിലേക്ക് ആക്കിയിട്ട് നിങ്ങൾക്ക് ഇത് കൊടുക്കാൻ പറ്റും. അപ്പൊ ഇതേപോലെ 2D ഇമേജ് മാത്രമല്ല നമ്മൾ കൊടുക്കുന്നത്. ഈ 2Dയുടെ ഓരോ റൂമുകളും ഇതേപോലെ ഇമേജസും കൂടെ ജനറേറ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റും. അപ്പൊ ക്ലയന്റിന് കുറച്ചും കൂടെ നമ്മൾ അറിയുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കാനായിട്ട് സാധിക്കും എന്നുള്ളതാണ് ഇതിന്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത. ഇപ്പൊ നമ്മുടെ ഈ ടൂളുകൾ ഉപയോഗിച്ച് നമ്മൾ ചെയ്യാനായിട്ട് നമുക്ക് എത്ര സമയം വേണ്ടി വന്നു? ഒരു 5 മിനിറ്റ് അല്ലെ 10 മിനിറ്റ്. പക്ഷെ ക്ലയന്റിന്റെ കണ്ണിൽ നമ്മുടെ ബ്രാൻഡ് വാല്യൂ എത്രത്തോളം ഉയർന്നിട്ടുണ്ടാവും. കാരണം നമ്മൾ ജസ്റ്റ് ഡ്രോയിങ് കൊടുക്കുന്ന ആൾക്കാരല്ല, വ്യക്തമായിട്ട് വിഷ്വൽ എക്സ്പീരിയൻസ് കൊടുക്കുന്ന ആൾക്കാരാണ്. അതിനാണ് ഫൈനൽ CAD ഡ്രോയിങ് തുടങ്ങുന്നതിന് മുമ്പ് നമ്മൾ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് ഈ കാര്യങ്ങൾ ചെയ്യുന്നത്. ഇതുവരെ നമ്മൾ ചെയ്തത് ക്ലയന്റ് റിക്വയർമെന്റ് എടുത്തു, റൂം സൈസ് ഒപ്റ്റിമൈസേഷൻ ചെയ്തു, 3D കൺസെപ്റ്റ് റെഡിയാക്കി, അതിനുശേഷം കൃത്യമാക്കി ഡിസൈൻ ഫൈനലൈസേഷൻ ചെയ്തു, അതിനുശേഷം നമ്മൾ CAD-ലെ ഡ്രോയിങ് കൊടുത്തു, കൃത്യമായിട്ട് അപ്രൂവൽ മേടിച്ചു, അതിന്റെ 3D മോഡലിംഗ് നമ്മൾ ചെയ്തു. പക്ഷെ അത് കഴിയുമ്പോഴത്തേക്കും നമ്മൾ തന്നെ തുടങ്ങാനായിട്ട് പറയരുത്. അടുത്ത് നമ്മൾ ചെയ്യേണ്ടത് ഫ്ലോർ പ്ലാൻ അനലൈസറിൽ പോയിട്ട് നമ്മളൊന്ന് അനലൈസ് ചെയ്യുക എന്നുള്ളതാണ്. ഇതാണ് നമ്മുടെ ടൂൾ വരുന്നത്. ഇവിടെ നമ്മുടെ ഡീറ്റെയിലും കാര്യങ്ങളും കൊടുത്തിട്ട് നമ്മുടെ ഫ്ലോർ പ്ലാൻ നമ്മളിവിടെ അപ്ലോഡ് ചെയ്യുക. ഞാനിവിടെ പോയിട്ട് ആ ഫ്ലോർ പ്ലാൻ അപ്ലോഡ് ചെയ്തു. അതിനുശേഷം നമുക്ക് ഏത് ലാംഗ്വേജിലാണ് റിപ്പോർട്ട് കിട്ടേണ്ടത് ഉൾപ്പെടെ കാര്യങ്ങൾ നമുക്ക് സെലക്ട് ചെയ്യാം. അതിനുശേഷം നമ്മുടെ ദർശനം ഏതാണെന്നുള്ളത് നമുക്ക് സെലക്ട് ചെയ്യാം. അതിനുശേഷം നമുക്ക് എല്ലാ അനലൈസേഷൻ എങ്കിൽ എല്ലാ അനലൈസേഷൻ ചെയ്യാം. എന്നിട്ട് ഇവിടെ അനലൈസേഷൻ നൗ എന്ന് കൊടുക്കുക. ഇപ്പൊ ഈ സമയം കൊണ്ട് AI കൃത്യമായിട്ട് ഫ്ലോർ പ്ലാനുകൾ പരിശോധിച്ച് ഡീറ്റെയിൽഡ് റിപ്പോർട്ടായിട്ട് നമുക്ക് നൽകും. ഒരു സാധാരണ റിപ്പോർട്ടല്ല. ഒരു ആർക്കിടെക്ട് എന്ത് പറയും, സ്ട്രക്ചറൽ എഞ്ചിനീയർ എന്ത് പറയും, ബിൽഡർ എന്താണ് റെക്കമെൻഡ് ചെയ്യണത്, ഇന്റീരിയർ ഡിസൈൻ എന്ത് മാറ്റങ്ങൾ നിർദ്ദേശിക്കും, സ്പേസ് ഒപ്റ്റിമൈസേഷൻ എങ്ങനെയാണ് ചെയ്യാൻ പറ്റുക, വാസ്തുവിന്റെ പോയിന്റ് ഓഫ് വ്യൂ എന്തൊക്കെയാണ്, തുടങ്ങിയ കാര്യങ്ങൾ എല്ലാം കൃത്യമായിട്ട് ഇതിനകത്ത് പറഞ്ഞുതരും. അപ്പോൾ ഓരോരോ റൂം ബേസ് ആയിട്ട് ഇത് അനലൈസേഷൻ ചെയ്യും. അതുകൂടാതെ വാക്വേയുടെ വിഡ്ത്തും AI പരിശോധിക്കും. എവിടെയെങ്കിലും സ്പേസ് പാഴായി പോകുന്നുണ്ടെങ്കിൽ അതൊക്കെ മിനിമം ചെയ്യാനുള്ള കാര്യങ്ങളെല്ലാം ഇത് പറഞ്ഞുതരും. അതിലൂടെ കൺസ്ട്രക്ഷൻ തുടങ്ങുന്നതിന് മുമ്പ് തന്നെ നമ്മുടെ ഡിസൈന് കൃത്യമായിട്ട് ഒപ്റ്റിമൈസേഷൻ ചെയ്യാൻ പറ്റും, നമുക്ക് സാധിക്കും എന്നുള്ളതാണ്. കണ്ടോ, ഇപ്പൊ ഒരു റിപ്പോർട്ടായിട്ട് ജനറേറ്റ് ചെയ്ത് വരും. ഇതാണ് റിപ്പോർട്ടായിട്ട് ജനറേറ്റ് ചെയ്ത് വന്നേക്കുന്നത്. ഇത് 12 റൂമുകളാണ് സെലക്ട് ചെയ്തേക്കണെന്നാണ് പറയുന്നത്. കണ്ടോ, എയുടെ കോൺഫിഡൻസ് 95% ആണ്. ഇതിനകത്ത് ഡ്രോയിങ് ഒരെണ്ണമാണ് കൊടുത്തിട്ടുള്ളത്. അതിന്റെ സ്ക്വയർ ഫീറ്റും കാര്യങ്ങളും വന്നിട്ടുണ്ട്. അതുപോലെ കാര്യങ്ങളൊക്കെയാണ് വന്നത്. ഇതിനകത്ത് ക്രിട്ടിക്കൽ ആയിട്ടുള്ള എന്തൊക്കെയാണെന്നുള്ള കാര്യങ്ങൾ വന്നിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് ഓരോന്നായിട്ട് സെലക്ട് ചെയ്യാം. അപ്പോൾ റൂം എടുത്തു കഴിഞ്ഞാൽ ഓരോ റൂം, സിറ്റ് ഔട്ട്, ലിവിങ്, പ്രെയർ എന്ന് പറയുന്ന ഓരോ റൂമുകളും അതിന്റെ മാർഗം കൊടുത്തിട്ടുണ്ട്. അത് എഞ്ചിനീയറുടെ പോയിന്റ് ഓഫ് വ്യൂ, ആർക്കിടെക്ടിന്റെ പോയിന്റ് ഓഫ് വ്യൂ, ബിൽഡറുടെ പോയിന്റ് ഓഫ് വ്യൂ, സ്പേസ് ഒപ്റ്റിമൈസേഷന്റെ പോയിന്റ് ഓഫ് വ്യൂല്, വാസ്തുവിന്റെ പോയിന്റ് ഓഫ് വ്യൂല് എന്തൊക്കെയാണെന്നുള്ളത് ഓരോ റൂമിനെ പറ്റി പറയുന്നുണ്ട്. അതിനുശേഷം ഓരോ റൂമുകളും നമുക്ക് ഇതേപോലെ നമുക്ക് നോക്കാൻ സാധിക്കും. അതിനുശേഷം നമ്മൾ ചെയ്യേണ്ടത് എന്താ വെച്ചാൽ അതെല്ലാം ഡീറ്റെയിൽ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് ഇവിടെ പോയിട്ട് ഫർണിച്ചർ ആൻഡ് സ്പേസിൽ പോയി കഴിഞ്ഞാൽ കറണ്ടിൽ നമ്മൾ ഉപയോഗിക്കുന്ന നമ്മുടെ റൂമിന്റെ സൈസ്, അതിന് ശേഷം അതിനെ നമുക്ക് ഏതൊക്കെ ഫർണിച്ചറുകളാണ് നമുക്ക് എവിടെയൊക്കെയാണ് വെക്കാൻ പറ്റുക എന്നുള്ള ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ AI നമുക്ക് റെക്കമെൻഡ് ചെയ്ത് തരും. കേട്ടോ, ഇതിൻ്റെ കൃത്യമായിട്ട് എൽ ഷേപ്പ് സോഫ, TV, അതുപോലെ എവിടെയാണ് വെക്കേണ്ടത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ കൃത്യമായിട്ട് സ്പേസും കൂടെ മാനേജ് ചെയ്യുന്ന രീതിയിൽ. അപ്പോൾ നമുക്കിത് ജസ്റ്റ് നമുക്ക് മനസ്സിലാക്കിയിട്ട് നമുക്ക് വേണമെങ്കിൽ മാറ്റി വെക്കാം മാനുവലായിട്ട്. അല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് ജെമിനി പോലുള്ള ടൂളുകളിലേക്ക് കൊടുത്തു കഴിഞ്ഞാൽ അതനുസരിച്ച് ജനറേറ്റ് ചെയ്ത് തരും. എന്നിട്ട് അതനുസരിച്ച് നമുക്ക് CAD-ലോ കാര്യങ്ങളോ മാറ്റി വെക്കാൻ പറ്റും. അപ്പൊ ഈ രീതിയിൽ കൃത്യമായിട്ട് ഓരോ റൂമിനും റൂം വൈസ് ആയിട്ട് അതിനകത്ത് ഉപയോഗിക്കുന്ന ഫർണിച്ചറുകൾ എവിടെയാണ് വെക്കേണ്ടത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ കണ്ടോ, അത് കൃത്യമായിട്ട് എങ്ങനെയാണ് ചെയ്യേണ്ടത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഇവിടെ കൊടുക്കുന്നുണ്ട്. അപ്പൊ നമുക്കത് ഇതിനകത്ത് ഫർണിച്ചറിന്റെ അകത്ത് സ്പേസ് നമുക്ക് മാക്സിമം യൂട്ടിലൈസേഷൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് നമുക്ക് ഈ ഒരു അനലൈസർ വെച്ച് നമുക്ക് ചെക്ക് ചെയ്യാൻ വേണ്ടി നമുക്ക് സാധിക്കും. അതുപോലെ തന്നെ വാക്ക് വേസ് എന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് നടക്കാനുള്ള സ്ഥലം ഇപ്പൊ കണ്ടോ, ഇപ്പൊ ഇവിടെ കൊടുത്തേക്കെന്ന് വെച്ചാൽ നമുക്ക് ഓവർ ആയിട്ടുണ്ടോ അല്ലെങ്കിൽ കൃത്യമാണോ, ഇപ്പൊ കണ്ടോ ഓവർ വേഡ്, ഇപ്പൊ ഇവിടെ നിൽക്കുന്നത് 122 സെന്റിമീറ്റർ ആണ്, നമുക്ക് 107 സെന്റിമീറ്റർ മതി. ഓക്കെ, ഇവിടെ 107 സെന്റിമീറ്റർ ഉണ്ട്, ഇവിടെ 91 സെന്റിമീറ്റർ കിട്ടിയാലും മതി. ഇവിടെ നമുക്ക് ടൈറ്റാ, ഇവിടെ 76 സെന്റിമീറ്റർ ഉള്ളൂ, പക്ഷെ നമുക്ക് ഒരു 91 സെന്റിമീറ്ററെങ്കിലും വേണം. അപ്പൊ ഈ രീതിയിൽ കൃത്യമായിട്ടുള്ള നമ്മുടെ വാക്കിംഗ് വേയുടെ സ്പേസ് ഉൾപ്പെടെ വരുന്നുണ്ട്. അതുപോലെ റെക്കമെൻഡേഷൻസ് എന്തൊക്കെയാണ് വരുന്നത്, ക്രിട്ടിക്കൽ ആയിട്ടുള്ള ഏതാണ്, ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഏതാണ്, തുടങ്ങിയ കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് വരുന്നുണ്ട്. വാസ്തുവിന്റെ പോയിന്റ് ഓഫ് വ്യൂ ഉള്ള കാര്യങ്ങൾ കൃത്യമായിട്ട് വരും. ഇതിനകത്ത് ഏതൊക്കെയാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത്, എന്താണ് നമ്മൾ ചെയ്യേണ്ടതെന്നുള്ളത്. ഒരു റെഡ് മാർക്കാണ് വരുന്നതെങ്കിൽ നമുക്ക് ഒരു കാരണവശാലും ചെയ്യാൻ പാടില്ല എന്നുള്ളതാണ് വരുന്നത്.
അതുപോലെ തന്നെ എക്സ്പേർട്ടിന്റെ നോട്ട്സ് എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ അതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ട് വന്നിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് വന്ന് എയുടെ പ്രോംപ്റ്റുകളാണ്. ഇപ്പൊ നേരത്തെ കൊടുത്തേക്കുന്ന ആ റൂം സൈസിനനുസരിച്ചുള്ള പ്രോംപ്റ്റുകൾ നമുക്ക് ചെയ്യാൻ പറ്റും. ഇനി ഒപ്റ്റിമൈസേഷൻ ചെയ്യുമ്പോഴത്തേക്കും ഇവിടെ ആകെ 93 സ്ക്വയർ ഫീറ്റ് ഉള്ളൂ. അതൊരു വലിയ കുഴപ്പങ്ങളുള്ളതല്ല. ഇപ്പൊ നമ്മൾ കൊടുക്കുന്ന ഫ്ലോർ പ്ലാനകത്ത് ഒത്തിരി ഒരു 200 300 ഒക്കെ സ്ക്വയർ ഫീറ്റ് ആണ് വേസ്റ്റ് ആയിട്ട് പോകണമെന്നുണ്ടെങ്കിൽ അത് നമ്മൾ കൃത്യമായിട്ട് ഏത് ആളെയാണ് കാണേണ്ടത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നമ്മൾ നോക്കുക. എന്നിട്ട് നമ്മൾ അതിൻ്റെതായ രീതിയിൽ മാറ്റങ്ങൾ വരുത്തുക. ശരിക്കും എയുടെ ഇത് വെച്ച് ഫൈനലൈസേഷൻ ചെയ്യാനുള്ളതല്ല. പക്ഷെ നമുക്ക് ഒരു എഞ്ചിനീയറുടെ പോയിന്റ് ഓഫ് വ്യൂ അല്ലെങ്കിൽ ഓരോരുത്തരുടെ പോയിന്റ് ഓഫ് വ്യൂവിൽ ഇതിനെ പറ്റിയുള്ള ഡീറ്റെയിൽഡ് കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാനായിട്ട് നമുക്ക് ഇത് വെച്ച് സാധിക്കും എന്നുള്ളതാണ്. ഇപ്പൊ ആർക്കിടെക്ടിന്റെ പോയിന്റ് ഓഫ് വ്യൂ ഉള്ള കാര്യങ്ങൾ നോക്കുക. ഇതിനകത്ത് നോക്കിയിട്ട് ഇതിനകത്ത് നമുക്ക് ഡൗട്ടുള്ള കാര്യങ്ങളുണ്ടെങ്കിൽ ഒരു നല്ല ആർക്കിടെക്റ്റിനെ കാണിക്കുക. സ്ട്രക്ചറിന്റെ ഡ്രോയിങ് നോക്കുക. ബിൽഡറുടെ പോയിന്റ് ഓഫ് വ്യൂല്. അല്ല ഇതേപോലെ നമുക്ക് ഓരോരോ പോയിന്റ് ഓഫ് വ്യൂ നോക്കിയിട്ട് നമുക്ക് മനസ്സിലാകാത്ത കാര്യങ്ങളുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് അതാത് എക്സ്പെർട്ട് ആയിട്ടുള്ള ആൾക്കാരെ കണ്ടിട്ട് അതിന്റെ ഫൈനലൈസേഷൻ ചെയ്യണതിന് മാത്രം ചെയ്യുക എന്നുള്ളതാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതിന് വേണ്ടിയിട്ടുള്ളതാണ് നമ്മുടെ ഈ ഒരു ടൂൾ. ഇത് നമുക്ക് PDF ആയിട്ട് ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. അതിനകത്ത് വിഷയങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല. ആ രീതിയിലേക്ക് നമുക്ക് ചെയ്യാൻ പറ്റും. നമ്മൾ ഈ ടൂളുകളെല്ലാം ഉപയോഗിക്കുന്നത് നമ്മുടെ റീവർക്കുകൾ കുറയ്ക്കാൻ വേണ്ടിയിട്ടും കൺസ്ട്രക്ഷന്റെ മിസ്റ്റേക്കുകൾ കുറയ്ക്കാൻ വേണ്ടിയിട്ടും ക്ലയന്റ് വിശ്വാസം വർദ്ധിപ്പിച്ച് നമ്മുടെ ബ്രാൻഡ് വാല്യൂ ഉയർത്താൻ വേണ്ടിയിട്ടാണ്. അതിനാലാണ് ഫൈനൽ CAD ഡ്രോയിങ് നമ്മൾ വരയ്ക്കുന്നതിന് മുമ്പ് ഫൈനൽ റെൻഡറിങ് തുടങ്ങുന്നതിന് മുമ്പ് നമ്മൾ എപ്പോഴും ഇതേപോലുള്ള എല്ലാ അനലൈസേഷനും കാര്യങ്ങളൊക്കെ ചെയ്തതിന് ശേഷം മാത്രം സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് നമ്മൾ ചെയ്യണമെന്ന് നമ്മൾ റെക്കമെൻഡ് ചെയ്യാം. ഇനിയിപ്പോൾ നമുക്ക് ഇലക്ട്രിക്കല്, പ്ലംബിങ്, സ്ട്രക്ചർ ഡ്രോയിങ് തുടങ്ങിയ കാര്യങ്ങൾ എങ്ങനെയാണ് ചെയ്യുന്നത് നമുക്ക് നോക്കാം. ഇത് ഇലക്ട്രിക്കൽ ഡ്രോയിങ് ആണ്. ഇത് പ്ലംബിംഗ് ഡ്രോയിങ് ആണ്. ഇത് സ്ട്രക്ചർ ഡ്രോയിങ് ആണ്. എല്ലാം ഏകദേശം ഒരേപോലത്തെയാണ് നമ്മൾ പ്രവർത്തിക്കുന്നത്. ജസ്റ്റ് ഒരെണ്ണം മനസ്സിലാക്കി കഴിഞ്ഞാൽ ബാക്കി എല്ലാം നമുക്ക് അതേപോലെ ചെയ്യാൻ പറ്റും. അപ്പോൾ ഫസ്റ്റ് നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ ഈ 2D ഇമേജ് നമ്മുടെ ഫ്ലോർ പ്ലാനിൽ അപ്ലോഡ് ചെയ്യുക എന്നുള്ളതാണ്. അത് അപ്ലോഡ് ചെയ്തതിന് ശേഷം നമ്മുടെ റെഫറൻസ് ആയിട്ടുള്ള നമ്മുടെ ഇലക്ട്രിക്കൽ ഡ്രോയിങ് ഉണ്ടെങ്കിൽ അത് അപ്ലോഡ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ഞാനിപ്പോൾ റെഫറൻസ് ഡ്രോയിങ് ആയിട്ട് കൊടുക്കുന്നത് ഈ ഒരു ഇതാണ്. ഇലക്ട്രിക്കൽ ലേഔട്ട് പ്ലാൻ എന്ന് പറയുന്ന ആണ് കൊടുക്കുന്നത്. ഇത് വേറൊരു ഡിസൈനാണ്. അപ്പോൾ ഇതുണ്ട്. ഇതേപോലത്തെ ഒരു ഡിസൈനാണ് എനിക്ക് വേണ്ടെങ്കിൽ ഞാൻ ആ ഡിസൈനാണ്. അപ്പോൾ നമുക്ക് ഏത് ഡിസൈനാണ് വേണ്ടതെന്നുള്ളെങ്കിൽ ആ ഡിസൈനാണ് നമ്മളിവിടെ അപ്ലോഡ് ചെയ്യേണ്ടത്. അപ്പോൾ ഞാനിത് അപ്ലോഡ് ചെയ്തു. അതിനുശേഷം ഞാനിവിടെ പോയിട്ട് ജസ്റ്റ് പ്രോംപ്റ്റ് ജനറേറ്റ് ചെയ്യുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഞാനിവിടെ പോയിട്ട് ചാറ്റ് GPT പോവുക. ചാറ്റ് GPTയിലാണ് കുറച്ചും കൂടെ റിസൾട്ട് കിട്ടുക. ഇവിടെ പോയിട്ട് പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്യുന്നു. എന്നിട്ട് ഇവിടെ പോയിട്ട് ക്രിയേറ്റ് ഇമേജ് എന്നുള്ളത് കൊടുക്കുന്നു. എന്നിട്ട് നമ്മുടെ ആ 2D ഫ്ലോർ പ്ലാൻ അപ്ലോഡ് ചെയ്യുന്നു. ഇവിടെ പോയിട്ട് നമുക്ക് കിട്ടിയേക്കണ ആ ഇലക്ട്രിക്കൽ ഡ്രോയിങ് നമ്മളിവിടെ പേസ്റ്റ് ചെയ്യുന്നു. അതോടൊപ്പം തന്നെ നമ്മുടെ റെഫറൻസ് ഇമേജ് നമ്മളിവിടെ അപ്ലോഡ് ചെയ്യുന്നു. എന്നിട്ട് നമുക്ക് കിട്ടിയേക്കുന്ന ഇവിടുന്ന് കിട്ടിയേക്കുന്ന പ്രോംപ്റ്റ് കോപ്പി ചെയ്യുന്നു. ഇവിടെ വന്ന് പേസ്റ്റ് ചെയ്യുന്നു. സബ്മിറ്റ് കൊടുക്കുന്നു. ഇത് തന്നെയാണ് നമ്മുടെ പ്ലംബിങ്ങിലും ചെയ്യേണ്ടത്. നമ്മൾ ഇതേപോലെ സാധനങ്ങൾ കൊടുക്കുന്നു. നമുക്ക് ഏതാണോ വേണ്ടതെന്നുള്ളത് കൊടുക്കുന്നു. സ്ട്രക്ചറിനകത്താണെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ വ്യത്യാസമുള്ളത് നമുക്ക് ഇതിനകത്ത് ഏതൊക്കെയാണ് ഫൗണ്ടേഷൻ ലേഔട്ട്, ഫുട്ടിംഗ് ലേഔട്ട്, കോളം ലേഔട്ട്. അപ്പം നിങ്ങൾക്ക് ഏതൊക്കെയാണ് വേണ്ടതെന്നുള്ളത് നിങ്ങൾ കൃത്യമായിട്ട് നിങ്ങൾ നോക്കിയിട്ട് വേണം നിങ്ങളിവിടെ ചെയ്യാനായിട്ട്. ആണ് നമ്മുടെ വ്യത്യാസം. ഇപ്പം നമുക്കിവിടെ ചാറ്റ് GPTയിൽ കിട്ടിയേക്കുന്ന റിസൾട്ട് നമുക്കൊന്ന് നോക്കാം. നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ ടൂൾ ഒരു എഞ്ചിനീയറെ റീപ്ലേസ് ചെയ്യാനല്ല. ശരിക്കും എഞ്ചിനീയറുടെ ജോലി വളരെ വേഗത്തിൽ എളുപ്പത്തിൽ പൂർത്തിയാക്കാൻ സഹായിക്കാൻ വേണ്ടിയിട്ടാണ് ഇതിന് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് നമുക്കിത് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുക എന്നാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞിരുന്നത്. ഇതൊരിക്കലും 100% അല്ല. ഒരു എബോവ് ഒരു 80% മാത്രമേ ഇതിനകത്ത് നിങ്ങൾക്ക് റിസൾട്ട് പ്രതീക്ഷിക്കാവുള്ളൂ. നമുക്ക് പ്ലംബിങ്ങിനെ നമുക്ക് ചെയ്ത് നോക്കാം. ഇവിടെ പോയിട്ട് നമ്മൾ 2D ഇമേജ് അപ്ലോഡ് ചെയ്യുന്നു. അതിനുശേഷം ഞാനിവിടെ പോയിട്ട് എൻ്റെ പ്ലംബിങ്ങിൻ്റെ റെഫറൻസ് ഇമേജ് ഞാൻ കൊടുക്കുന്നു. അതിനുശേഷം ഞാനിവിടെ ജനറേറ്റ് പ്രോംപ്റ്റ് കൊടുക്കുന്നു. ഇപ്പുറത്ത് പോയിട്ട് ചാറ്റ് GPT പോകുന്നു. പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്യുന്നു. ക്രിയേറ്റ് ഇമേജ് കൊടുക്കുന്നു. 2D ഇമേജ് അപ്ലോഡ് ചെയ്യുന്നു. പ്ലംബിങ്ങിൻ്റെ ഇമേജ് അപ്ലോഡ് ചെയ്യുന്നു. അതിനുശേഷം ഇവിടെ വരുന്ന പ്രോംപ്റ്റ് കോപ്പി ചെയ്യുന്നു. ഇവിടെ വന്നിട്ട് പേസ്റ്റ് ചെയ്യുന്നു. സബ്മിറ്റ് കൊടുക്കുന്നു. അപ്പോൾ ചാറ്റ് GPT നമുക്ക് ഒരു പ്ലംബിംഗ് ഡ്രോയിങ് നമുക്ക് ജനറേറ്റ് ചെയ്ത് തരുന്നു. അപ്പം നമുക്ക് വേണ്ടത് നമ്മുടെ ഇതേ 2D ഡ്രോയിങ്ങിനോട് അതേപോലത്തെ ഒരു ഡ്രോയിങ് തന്നെ വേണം. അതിൻ്റെ അകത്ത് വേണം നമുക്ക് ചെയ്യാനായിട്ട്. സ്ട്രക്ചറിൽ നമ്മൾ ഇതേപോലെ തന്നെയാണ് ചെയ്യേണ്ടത്. നമുക്ക് റെഫറൻസ് ആയിട്ടുള്ള ഇമേജ് ഏതാണോ കൊടുക്കുന്നത് ആ ഇമേജ് വേണം നമ്മളിവിടെ കൊടുക്കാനായിട്ട്. നമ്മുടെ 2D ഫ്ലോർ പ്ലാനാണ് ഇവിടെ കൊടുക്കേണ്ടത്. ഇതുണ്ട്. ഇപ്പം നമ്മൾ നേരത്തെ കൊടുത്ത ആ 2D കൊടുത്തേക്കുന്ന അതേ ഇമേജ് തന്നെ കൊടുത്തപ്പോഴത്തേക്ക് നമുക്ക് കിട്ടിയ പ്ലംബിംഗ് ലേഔട്ടാണ് ഇവിടെ വന്നേക്കുന്നത്. ഇത് നമുക്ക് ഡൗൺലോഡ് ചെയ്യാം. ഇലക്ട്രിക്കൽ ലേഔട്ട് ഇവിടെ വന്നു കണ്ടോ. അതേ ഇമേജിലുള്ള ഇലക്ട്രിക്കൽ ലേഔട്ട് വന്നു. അത് നമുക്കിവിടെ ഡൗൺലോഡ് ചെയ്യാം. അതിനുശേഷം നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ കിട്ടിയേക്കുന്ന ആ PNG ഫയലിനെ ഇവിടെ കൊടുത്തിട്ട് നമ്മൾ CAD ഫയലായിട്ട് നമ്മൾ കൺവേർട്ട് ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ടത്. എന്നിട്ട് നമ്മൾ കൺവേർട്ട് ചെയ്ത ഫയൽ നമ്മൾ ഡൗൺലോഡ് ചെയ്യുക. കണ്ടോ. ഇതിപ്പോൾ നമ്മൾ കൊടുത്ത ആ ഒരു ഇമേജ് ആണ്. അതിനെ നമുക്ക് ഇതേപോലെ നമുക്ക് മാറ്റാൻ സാധിച്ചു. അതിനുശേഷം നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ ആ ഒരു ഇമേജിനെ നമ്മൾ CADലേക്ക് നമ്മൾ കൺവേർട്ട് ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ടത്. ഇവിടെ നമുക്ക് കിട്ടിയേക്കണ ആ ഇമേജിനെ നമുക്ക് CAD ഫയൽ നമുക്ക് ഓപ്പൺ ചെയ്യുക. നമുക്ക് ഈ രീതിയിലേക്കായിരിക്കും നമുക്ക് കിട്ടുക. അത് നമുക്ക് ജസ്റ്റ് സൂം ചെയ്ത് നോക്കുക. എന്നിട്ട് ഇതിൻ്റെ അകത്ത് നമുക്ക് എന്തെങ്കിലും എഡിറ്റിങ്ങോ കാര്യങ്ങളോ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റും. ഇവിടെ കണ്ടോ. ഇവിടെ നമുക്ക് ലേഔട്ടും കാര്യങ്ങളും വരുന്നുണ്ട്. ഇതിനകത്ത് നമുക്ക് ചേഞ്ചസും കാര്യങ്ങളും വരുത്തണമെങ്കിൽ നമുക്ക് ജസ്റ്റ് ഇവിടെ പോയിട്ട് എഡിറ്റിങ്ങും കാര്യങ്ങളും ചെയ്തിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ രീതിയിൽ നമുക്ക് ആ ഇതിനകത്ത് ഒരു ചേഞ്ചസും കാര്യങ്ങളും ഒക്കെ ഉള്ളെങ്കിൽ ഈസി ആയിട്ട് നമുക്ക്
ചേഞ്ചസ് വരുത്തിയിട്ട് ക്ലയന്റ് കൊടുക്കുകയോ കാര്യങ്ങളൊക്കെ പറയുകയോ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇത് ശരിക്കും പറഞ്ഞാൽ ഇതൊരിക്കലും ഇത് ഫൈനൽ റെൻഡറിങ്ങിന് വേണ്ടിയിട്ടുള്ള ടൂളല്ല. ശരിക്കും നമുക്ക് ഇതേപോലെയുള്ള CAD-ലേക്ക് ആക്കിയിട്ട് നമുക്ക് ജസ്റ്റ് പെട്ടെന്ന് എഡിറ്റിംഗും കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് പെട്ടെന്ന് തന്നെ നമുക്ക് ക്ലയന്റിന്റെ കൺസെപ്റ്റ് മനസ്സിലാക്കിയിട്ട് നമുക്ക് ചെയ്യാൻ വേണ്ടി മാത്രമുള്ള ടൂളുകളാണ്. ഒരിക്കലും ഇത് ഒരു ഇലക്ട്രിക്കൽ ഡ്രോയിങ്ങിന് പരമായിട്ടോ, അല്ലെങ്കിൽ പ്ലംബിംഗ് ഡ്രോയിങ്ങിന് പരമായിട്ടോ, അല്ല സ്ട്രക്ചറൽ ഡ്രോയിങ്ങിന് പരമായിട്ടല്ല. ഇത് എയുടെ ഒരു പോയിന്റ് ഓഫ് വ്യൂ ആണ്. ഇതിനകത്ത് എക്സ്പെർട്ട് ആയിട്ടുള്ള ആൾക്കാർ വേണം ഇതിനകത്ത് ചേഞ്ചസും കാര്യങ്ങളൊക്കെ വരുത്താനായിട്ട്. എന്നിട്ട് അവരുടെ ചേഞ്ചസും കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ടായിരിക്കും ഇത് ചെയ്യുക. അപ്പോൾ നമുക്ക് ഇതേപോലെ നമുക്ക് ചേഞ്ചസും കാര്യങ്ങളൊക്കെ വരുത്താൻ വേണ്ടി മാത്രമാണ് നമ്മൾ ഈ ടൂളുകൾ ഉപയോഗിക്കുന്നത്. പിന്നെ ഈസി ആയിട്ട് നമുക്ക് ഇവിടെ എഡിറ്റിംഗും കാര്യങ്ങളും ചെയ്തിട്ട് നമുക്ക് അതിനെ കുറച്ചും കൂടെ ഫൈനലാക്കാൻ പറ്റും. അങ്ങനെ ഒരു ക്ലയന്റ് അപ്രൂവലും കാര്യങ്ങളൊക്കെ തന്നതിന് ശേഷം മാത്രം വേണം നിങ്ങൾ ഫൈനലായിട്ട് ചെയ്യാനായിട്ട്. ഒരിക്കലും നമ്മൾ ഫൈനലാക്കിയിട്ട് പിന്നെയും പിന്നെയും എഡിറ്റ് ചെയ്യുന്നതിന് പകരമായിട്ട് ഇതേപോലെ ഈസി സ്റ്റെപ്പിലൂടെ നമുക്ക് പെട്ടെന്ന് ചെയ്യാൻ വേണ്ടി മാത്രമാണ് നമ്മൾ ഈ ടൂളുകളെല്ലാം നമ്മൾ ഉപയോഗിക്കുന്നത്. ഇതാണ് നമ്മുടെ ഡീറ്റെയിൽഡ് എസ്റ്റിമേഷൻ ചെയ്യുന്ന ടൂള്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് നമ്മുടെ ഡീറ്റെയിൽസുകൾ കൊടുക്കാം. അപ്പം നമുക്ക് ആദ്യമേ തന്നെ നമ്മുടെ ഹൗസ് ആണോ, വില്ലയാണോ, അപ്പാർട്ട്മെന്റ് ആണോ എന്ന് കൊടുക്കുക. നമ്പർ ഓഫ് ഫ്ലോർസ് എത്രയാണെന്ന് കൊടുക്കുക. അതിനുശേഷം നമ്മൾ പോയിട്ട് ഇവിടെ അടുത്ത് ഇവിടെ ഡ്രോയിങ് നമ്മൾ അപ്ലോഡ് ചെയ്യുക എന്നുള്ളതാണ് ചെയ്യേണ്ടത്. ഞാനിവിടെ നമ്മുടെ ഡ്രോയിങ് അപ്ലോഡ് ചെയ്യുന്നു. അപ്പോൾ അപ്ലോഡ് ചെയ്യുമ്പോഴത്തേക്കും ഓട്ടോമാറ്റിക് ആയിട്ട് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തോളും. അതിനുശേഷം നമുക്ക് ഇവിടെ പോയിട്ട് നമുക്ക് നമ്മുടെ ബിൽഡിങ്ങിന്റെ സ്പെസിഫിക്കേഷനും കാര്യങ്ങളൊക്കെ കൊടുക്കുക. നമ്മുടെ എത്ര ഹൈറ്റ് എത്രയാണ്, നമ്മുടെ ഏതാണ് നമ്മൾ ഫ്ലോറിങ് കൊടുക്കുന്നത്, നമ്മുടെ സീലിംഗ് ഏതാണ് കൊടുക്കുന്നത്, അതുപോലുള്ള കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങളെല്ലാം കൊടുക്കുക. അതിനുശേഷം നമ്മളിവിടെ പോയി കഴിഞ്ഞാൽ ഇത് അപ്ലോഡ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും ഓട്ടോമാറ്റിക് ആയിട്ട് ഇവിടെ ബിൽഡപ്പ് ഏരിയയും കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് വരും. നമുക്കിത് കൊടുക്കാൻ പറ്റുമെന്നുണ്ടെങ്കിൽ മാത്രം കൊടുക്കുക, ഇല്ലെന്നുണ്ടെങ്കിലും കുഴപ്പമില്ല. ഇവിടെ അപ്ലോഡ് ചെയ്തു. അപ്ലോഡ് ചെയ്യുമ്പോഴത്തേക്കും ഓട്ടോമാറ്റിക് ആയിട്ട് ഉണ്ട് ഇവിടെ സ്ക്വയർ ഫീറ്റ് ഉൾപ്പെടെ വരും. അതിനുശേഷം നമ്മൾ ചെയ്യേണ്ടത് ഇവിടെ പോയിട്ട് ജനറേറ്റിൻ്റെ അകത്ത് പോയി കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ അഡ്വാൻസ്ഡ് സെറ്റിങ്സിനകത്ത് പോയി കഴിഞ്ഞാൽ ഉണ്ടോ നമുക്ക് സ്ട്രക്ചറൽ സെക്ഷൻസിൻ്റെ അകത്ത് അല്ലെങ്കിൽ എക്സ്റ്റേണൽ വർക്ക് മെറ്റീരിയലിൻ്റെ അകത്ത് അത് നമുക്ക് എന്തെങ്കിലും ചേഞ്ചസ് കാര്യങ്ങളുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് എല്ലാം നമുക്ക് ഇവിടെ മാറ്റാൻ പറ്റും. അങ്ങനെ മാറ്റങ്ങളൊന്നും ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ അത് തന്നെ കൊണ്ടുപോകാം. അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങളുടേതായ രീതിയിലുള്ള മാറ്റങ്ങൾ എന്തൊക്കെയാണോ ആ മാറ്റങ്ങളെല്ലാം ഇവിടെ കൊടുക്കും. അതിനുശേഷം നമ്മളിവിടെ പോയിട്ട് നമുക്കുണ്ടോ പ്രിലിമിനറി ഉണ്ട്, ഡീറ്റെയിൽഡ് ഉണ്ട്, മെറ്റീരിയൽ ഉണ്ട്, എല്ലാം ഉണ്ട്. ഇപ്പം ഞാൻ ഡീറ്റെയിൽഡ് ആണ് കൊടുക്കുന്നത്. എന്നിട്ട് ഞാൻ ഇവിടെ പോയിട്ട് ജനറേറ്റ് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഈ ജനറേറ്റ് കൊടുക്കുമ്പോൾ ഓട്ടോമാറ്റിക് ആയിട്ട് ഇവിടെ റെഡി ആയിട്ട് വരും. ഇവിടെ നമ്മൾ ചെയ്യേണ്ട കാര്യം എന്ന് വെച്ചാൽ നമ്മൾ കൊടുത്ത ഫ്ലോർ പ്ലാൻ എന്ന് പറഞ്ഞാൽ ഇതായിരുന്നു. ഈ ഒരു ഫ്ലോർ പ്ലാൻ ഇതുമായിട്ടൊന്ന് അനലൈസ് ചെയ്യുക. ബെഡ്റൂം 360 × 372 എന്നാണ് കൊടുത്തേക്കുന്നത്. അത് നമുക്ക് ഇവിടെ പോയിട്ട് നോക്കാം. അത് തന്നെയാണ് അളവെന്നുള്ളത്. 360 × 372. അടുത്ത 360 × 372. അടുത്ത ഡൈനിങ് ഉണ്ടോ 600 × 456. നമുക്ക് അതവിടെ നോക്കാം. ഡൈനിങ് 600 × 456 കണ്ടോ. അടുത്ത കിച്ചൺ 312 × 414. കിച്ചൺ 312 × 414. അപ്പൊ ഈ രീതിയിൽ നമ്മൾ കൊടുക്കുന്ന അതേ ഫ്ലോർ പ്ലാന്റ് തന്നെയാണ് അവിടെ പിക്ക് ചെയ്ത് നോക്കാം. അല്ലെങ്കിൽ പിന്നെ നമ്മൾ ഓരോന്നിനും മാനുവലായിട്ട് ചെയ്ത് നമ്മൾ ഒത്തിരി സമയം പോകണ്ടേ. ഓട്ടോമാറ്റിക് ആയിട്ട് അത് കൃത്യമായിട്ട് ജനറേറ്റ് ചെയ്ത് വരും. അതിനുശേഷം ഇവിടെ പോയിട്ട് ഓരോന്നും ഡീറ്റെയിൽ ആയിട്ട് വരും. അതിനുശേഷം നമുക്ക് ഇവിടെ പോയിട്ട് എക്സലിലേക്ക് നമുക്ക് ചെയ്യാൻ പറ്റും കണ്ടോ. ഇവിടെ എക്സൽ ഷീറ്റിലേക്ക് നമുക്ക് ചേഞ്ചസ് വരുത്താം. ഇവിടെ എക്സലിലേക്ക് ചേഞ്ചസ് വരുത്തിയതിനു ശേഷം നമുക്ക് ഇവിടെ കണ്ടോ നമുക്ക് കിട്ടിയേക്കണ സൗത്ത് ഫേസിങ് റീപ്ലാൻ ആണ് വന്നേക്കണത്. അതിന്റെ ഡീറ്റെയിൽസ് ആണ് ഇവിടെ വന്നേക്കണത്. അതിനകത്ത് അബ്സ്ട്രാക്ട് എസ്റ്റിമേറ്റ് ഇവിടെ വന്നിട്ടുണ്ട്, ഡീറ്റെയിൽഡ് എസ്റ്റിമേറ്റ് ഇവിടെ വന്നിട്ടുണ്ട്, മെറ്റീരിയൽ സമ്മറി വന്നിട്ടുണ്ട്, ലേബർ സമ്മറി വന്നിട്ടുണ്ട്, കോസ്റ്റ് സമ്മറി വന്നിട്ടുണ്ട്. ഇതെല്ലാം കൃത്യമായിട്ട് നമുക്ക് ഇവിടെ വന്നിട്ടുണ്ട്. ഇവിടെ നമുക്ക് വേണമെങ്കിൽ എക്സൽ ആയതുകൊണ്ട് നമുക്ക് എന്ത് വേണമെങ്കിലും നമുക്കിവിടെ എഡിറ്റിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യാനും പറ്റും എന്നുള്ളതാണ്. അപ്പോൾ ഈ രീതിയിൽ ഓട്ടോമാറ്റിക് ആയിട്ട് ഇത് കാൽക്കുലേറ്റ് ചെയ്ത് അല്ലെങ്കിൽ പിന്നെ നമ്മൾ എത്ര സമയം ഇരുന്ന് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാലാണ് ഇതേപോലെ ചെയ്യാൻ പറ്റുക. അപ്പോൾ നമുക്ക് ഈസി ആയിട്ട് ഇത് ഒന്ന് വെരിഫൈ ചെയ്യുന്ന രീതിയിലേക്ക് നമുക്ക് ചെയ്താൽ മതി. ഇങ്ങനെ നമുക്ക് ഈ ഡീറ്റെയിൽഡ് എസ്റ്റിമേഷൻ ചെയ്യാനുള്ള ഏറ്റവും ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ടൂളാണ് നമ്മുടെ ഈ ടൂൾ. ഇനി നമുക്ക് പ്രൊജക്ടിന്റെ മാനേജ്മെന്റ് എളുപ്പത്തിൽ ചെയ്യാൻ വേണ്ടിയുള്ള ഒരു ടൂളാണ് നമ്മുടെ ലാസ്റ്റ് ടൂൾ എന്ന് പറഞ്ഞാൽ ഈ ഒരു ടൂൾ എന്താണ് നമുക്ക് കണ്ടുനോക്കാം. ഇവിടെ പോയിട്ട് നമുക്ക് ഏത് ലാംഗ്വേജ് ആണെന്നുള്ളത് സെലക്ട് ചെയ്യാം. അതിന് പ്രൊജക്ടിന്റെ നെയിം ഉണ്ടെങ്കിൽ അത് കൊടുക്കുക, ക്ലയന്റ് പേര് കൊടുക്കുക, ലൊക്കേഷൻ കൊടുക്കുക. അത് നമ്മൾ എന്നാണ് സ്റ്റാർട്ട് ചെയ്യണത്. ഇപ്പം ഞാൻ സ്റ്റാർട്ട് ചെയ്യണത് 10-ാം തീയതി സെപ്റ്റംബർ ആണെന്ന് വിചാരിക്കുക. 2026 സ്റ്റാർട്ട് ചെയ്യണത്. എൻ്റെ ബഡ്ജറ്റ് എനിക്കിവിടെ മാറ്റങ്ങൾ വരുത്താം. ഞാൻ എത്ര നാൾ കൊണ്ടാണ് ചെയ്യാൻ, ഒരു 10 മാസം കൊണ്ടാണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അതുപോലെ തന്നെ എൻ്റെ എത്ര റൂമാണുള്ളത്, എത്ര ഫ്ലോർ ആണുള്ളത്, അതിൻ്റെ ഫൗണ്ടേഷൻ ഏതാണ്, അതിൻ്റെ സ്ട്രക്ചർ ഏതാണ്, അതിൻ്റെ വാൾ മെറ്റീരിയൽ ഏതാണ്, അതിൻ്റെ അതുപോലെ ഡീറ്റെയിൽസ് എല്ലാം കൃത്യമായിട്ട് കൊടുത്തതിന് ശേഷം നമ്മളിവിടെ ഫ്ലോർ പ്ലാനോട് നമ്മൾ അപ്ലോഡ് ചെയ്യുക. ഇവിടെ ഞാൻ ട്രയൽ കൊടുത്തു, ക്ലയൻറ്റ് ശരവൺ എന്ന് കൊടുത്തു. അതിനുശേഷം ഞാൻ ഇവിടെ പോയിട്ട് ലൊക്കേഷൻ കോട്ടയം എന്ന് കൊടുത്തു. എന്നിട്ട് ഞാനിവിടെ പോയിട്ട് ഷെഡ്യൂൾ ചെയ്യാണ്. ഇവിടെ ഞാൻ പോയിട്ട് ജനറേറ്റ് ഷെഡ്യൂളാണ് കൊടുക്കേണ്ടത്. അപ്പോൾ ജനറേറ്റ് ഷെഡ്യൂൾ കൊടുക്കുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ഇവിടെ ഷെഡ്യൂൾ ജനറേറ്റ് ചെയ്ത് വരും. ഇതിൽ ഏത് സാധനങ്ങളും നമുക്ക് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നിങ്ങൾക്ക് മാറ്റങ്ങളൊക്കെ വരുത്താൻ പറ്റും. അങ്ങനെ മാറ്റങ്ങളൊക്കെ വരുത്തിയതിന് ശേഷം മാത്രം നിങ്ങൾ ഷെഡ്യൂൾ ക്രമീകരിച്ചാൽ മതി. അതുപോലെ തന്നെ ഇപ്പം നമ്മൾ സ്റ്റാർട്ട് ഡേറ്റ് കൊടുത്തു, അതിനിടയ്ക്ക് നമുക്ക് ചേഞ്ചസും കാര്യങ്ങളും വരുത്തണമെങ്കിൽ അത് നമുക്ക് ചേഞ്ചസും കാര്യങ്ങളൊക്കെ വരുത്താം. ഇപ്പം നമുക്ക് വന്നേക്കണത് ആദ്യമേ തന്നെ മേജർ ഡേറ്റ്സ് ഉണ്ടാകും. ഈ മേജർ ഡേറ്റ്സിനകത്ത് പോയിട്ട് 10-ാം തീയതി സ്റ്റാർട്ട് ചെയ്ത് 3-ാം തീയതി 3/7 നമ്മൾ തീരുന്ന രീതിയിലാണ് കൊടുത്തേക്കുന്നത്. അപ്പം നമുക്കത് 3-ാം തീയതി നമ്മൾ തീരത്തില്ല. നമുക്ക് ഒരു 8-ാം തീയതി ഇവിടെ 8 എന്ന് കൊടുക്കുക. എന്നിട്ട് ഇവിടെ ഞാൻ 10 കൊടുക്കുക.
അപ്പോൾ നമ്മുടെ ഡേറ്റ് ഇവിടെ കൊടുക്കാം. അടുത്ത പെയിന്റിംഗ് ആൻഡ് ഫയലിൽ കൊടുക്കുന്നത് നമുക്ക് 7 മാസത്തേക്ക് നമ്മൾ മാറണമെങ്കിൽ മാറ്റാം. അടുത്ത് ഇതിനകത്ത് നമുക്ക് 7 മാസത്തേക്ക് നമുക്ക് മാറണമെങ്കിൽ മാറ്റാം. ഇത് നമുക്കൊരു 6 മാസത്തേക്ക്. ഇപ്പൊ നമുക്ക് ആ ഒരു ഡേറ്റ് അനുസരിച്ച് നമുക്ക് മാറ്റങ്ങൾ വരുത്തണം എന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മുടേതായ രീതിയിലുള്ള മാറ്റങ്ങളൊക്കെ വരുത്താം. ഇവിടെ ഞാൻ മാറ്റുന്നതനുസരിച്ച് കണ്ടോ, പ്രൊജക്ട് ഹാൻഡ് ഓവർ 10/8 ആയിക്കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക് ആയിട്ട് എൻ്റെ ഇവിടുത്തെ ഡേറ്റിൽ 10/8 അവിടെ ചേഞ്ച് ആവും. കണ്ടോ, 10/8 പ്രൊജക്ട് ഹാൻഡ് ഓവർ. അപ്പം നമുക്ക് അവിടുത്തെ ഡേറ്റ് നമ്മൾ ചേഞ്ച് ചെയ്യുന്നതനുസരിച്ച് ഇവിടെ നമുക്ക് ചേഞ്ചസ് വരുത്താൻ പറ്റും എന്നുള്ളതാണ് ഇത് ഏറ്റവും വലിയൊരു കാര്യം. അതുകൂടാതെ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഓരോ ദിവസം 16, 17, 18, 19 അങ്ങനെ ഓരോ ദിവസം എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യേണ്ടത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഇതിനകത്ത് പറയുന്നുണ്ട്. നമ്മൾ പോയി കഴിഞ്ഞാൽ നമുക്ക് ഓരോന്നിനും ചെയ്യേണ്ട നമുക്ക് മൈൽ സ്റ്റോണുകൾ എഴുതിയിട്ടുണ്ട്. ഈ ഒരു മൈൽ സ്റ്റോണുകൾ കിട്ടാൻ വേണ്ടിയിട്ടുള്ള രീതിയിലായിരിക്കും നമ്മൾ വർക്കുകൾ ചെയ്യുക. അപ്പോൾ ഈ വർക്കുകൾ ചെയ്യാൻ നേരത്തെ ഇവിടെ നമ്മൾ മുകളിലേക്ക് പോയി കഴിഞ്ഞാലും താഴത്തേക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് അത് ഏത് ഫേസ് ആണ്, അതിന്റെ ടാസ്കുകൾ, അതിന്റെ ചെയ്യേണ്ട ജോലി എന്താണ്, അതിനകത്ത് മെറ്റീരിയൽ ഇപ്പൊ നമ്മൾ ടൈല്, പെയിന്റ് അതുപോലുള്ള കാര്യങ്ങളൊക്കെ ആണെങ്കിൽ എന്നാണ് എടുക്കേണ്ടത്, അതിന് നമ്മൾ എന്തൊക്കെയാണ് നമുക്ക് വേണ്ടത്, ഏതൊക്കെ ടൈപ്പുള്ള ആൾക്കാരാണ് നമുക്ക് വേണ്ടത്, അതുപോലെ തന്നെ ക്ലയന്റിന്റെ രീതിയിലുള്ള ഇതാണ് പേയ്മെന്റ്, എന്നാണ് നമുക്ക് പേയ്മെന്റ് കിട്ടുക, അതുപോലുള്ള കാര്യങ്ങളാണ് ഇവിടെ കൊടുത്തത്. നമുക്ക് മുകളിലേക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റും അതിന്റെ പ്രോഗ്രസ് എന്തൊക്കെയാണ് നോക്കേണ്ടത്, അതിൽ എന്തൊക്കെ കാര്യങ്ങളാണ് ഇൻസ്പെക്ഷൻ ചെയ്യേണ്ടത്, അതുപോലുള്ള കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പം നമുക്ക് എന്നൊക്കെയാണ് പേയ്മെന്റ് കിട്ടുക, ഏതൊക്കെ മെറ്റീരിയലാണ് ഓരോ ദിവസം എടുത്തു വെക്കേണ്ടത്, അതുപോലെ തന്നെ ഓരോ ദിവസം ചെയ്യേണ്ട വർക്കുകൾ എന്തൊക്കെയാണ്, എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ഇൻസ്പെക്ഷൻ ചെയ്യേണ്ടത്, അപ്രൂവൽ ചെയ്യേണ്ടത്, അതുപോലുള്ള കാര്യങ്ങൾ എല്ലാം കൃത്യമായിട്ട് ഡേ ബൈ ഡേ ആയിട്ട് നമുക്ക് ഇവിടെ ചെയ്യാൻ പറ്റും. അതുകൂടാതെ ഇത് നമുക്ക് എക്സലിലും കൂടെ നമുക്ക് എഡിറ്റ് ചെയ്യാൻ പറ്റും. ഇവിടെ നമുക്ക് ബൈ ഡേറ്റ്സിനകത്ത് പോയി കഴിഞ്ഞാൽ ഡേറ്റ് ബേസ് ആയിട്ടുള്ള ഓരോ കാര്യങ്ങളും നമ്മൾ ചെയ്യേണ്ട സമയങ്ങൾ എന്തൊക്കെയാണെന്നുള്ള കൊടുത്തിട്ട് ഇപ്പോൾ 10 ഓഗസ്റ്റ് നമ്മൾ ചെയ്യുന്നപ്പം അതനുസരിച്ച് ഓട്ടോമാറ്റിക് ആയിട്ട് ഇവിടെ ചേഞ്ച് ചെയ്യും. അതിനുശേഷം നമ്മൾ ഇവിടെ പോയിട്ട് ഡൗൺലോഡ് എക്സലിന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിത് ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഞാനിന്ന് ഡൗൺലോഡ് ചെയ്തു. ഇപ്പോൾ ഡൗൺലോഡ് ചെയ്യുമ്പോഴത്തേക്കും ഉണ്ടോ ഓട്ടോമാറ്റിക് ആയിട്ട് നമ്മൾ ഡേ 1 തൊട്ടുള്ളത് ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. നമ്മൾ നേരത്തെ ആ എക്സൽ ഷീറ്റ് കണ്ട സാധനങ്ങളെല്ലാം ഇവിടെ വന്നിട്ടുണ്ട്. ഇവിടെ നമുക്ക് ഡേറ്റുകളും കാര്യങ്ങളൊക്കെ നമുക്ക് മാറ്റണമെങ്കിൽ ഡേറ്റുകളും കാര്യങ്ങളൊക്കെ മാറ്റാം. ഇവിടെ നമുക്ക് മെറ്റീരിയലിനോ എന്തെങ്കിലും നമുക്ക് ചേഞ്ചസോ കാര്യങ്ങളോ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ ചേഞ്ചസും കാര്യങ്ങളൊക്കെ വരും. ആ രീതിയിൽ ചെയ്യാം. അത് കൂടാതെ നമുക്ക് എക്സ്ട്രാ ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം കൂടെ ഞാൻ പറഞ്ഞുതരാം. നമ്മൾ നേരെ ചാറ്റ് ജിപിടി പോവുക. ചാറ്റ് ജിപിടി പോയിട്ട് നമ്മൾ ഈ ഒരു ഫയൽ നമ്മളങ്ങ് അപ്ലോഡ് ചെയ്യുക. ഇത് അപ്ലോഡ് ചെയ്തിട്ട് നമ്മൾ പറയുക രാജുവിന്റെ ഡേ ബൈ ഡേ ആയിട്ടുള്ള ഷെഡ്യൂൾ ആണ്. ഇനിയുള്ള ദിവസങ്ങളിൽ ഞാൻ രാജുവിന്റെ എന്തൊക്കെ കാര്യങ്ങളാണെന്നുള്ളത് ഓരോ ദിവസവും ഞാൻ ചോദിക്കുമ്പോൾ കൃത്യമായിട്ട് എനിക്ക് ഈ ഒരു ഡേറ്റ് വെച്ചിട്ട് അനലൈസ് ചെയ്ത് പറഞ്ഞു തരണം. ഞാനിവിടെ കൊടുത്തിട്ട് ഞാനിവിടെ സബ്മിറ്റ് കൊടുത്തു. അപ്പൊ ഇതിനകത്ത് ഓട്ടോമാറ്റിക് ആയിട്ട് അതിനകത്ത് അത് കൃത്യമായിട്ട് ഷെഡ്യൂൾ ചെയ്ത് വെക്കും. ഇനി നമുക്ക് ഇതിനകത്ത് എങ്ങനെയാണ് നമുക്കിത് ഉപയോഗിക്കേണ്ടത് കാണിച്ചു തരാം. എന്നിട്ട് ഞാനിവിടെ പറയുകയാണ് ജനുവരി 10-ാം തീയതി എന്തൊക്കെ വർക്കുകളാണ് നടക്കേണ്ടത്, അതിൽ എന്തൊക്കെ മാൻ പവറുകളാണ് വേണ്ടത്, എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്. നമുക്ക് ഓരോ ദിവസവും നമുക്ക് ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് തലേദിവസമോ അല്ലെങ്കിൽ ആഴ്ചയിലോ നമുക്ക് ഇവിടെ ചെയ്യാൻ പറ്റും. അപ്പൊ ഇതിനകത്ത് ഓൾറെഡി ഡേറ്റാസ് ഉള്ളത് കൊണ്ട് അത് കൃത്യമായിട്ട് പറഞ്ഞു തരും ഇന്ന വർക്കാണ് ചെയ്യേണ്ടത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ. ജനുവരി 10-ാം തീയതി സൂപ്പർ സ്ട്രക്ചർ വാൾ ആൻഡ് കോളം പണിയാണ്. അന്ന് നമ്മൾ ചെയ്യേണ്ട പ്രധാനപ്പെട്ട ജോലികൾ, ആവശ്യമായിട്ടുള്ള മാൻ പവറുകൾ, അതിനകത്ത് ആരൊക്കെയാണ് വേണ്ടത്, ആവശ്യമായിട്ടുള്ള മെറ്റീരിയൽ എന്തൊക്കെയാണ്, ആവശ്യമായിട്ടുള്ള എക്യുപ്മെന്റ് എന്തൊക്കെയാണ്, ഇപ്പം നമുക്ക് ഇൻസ്പെക്ഷൻ ചെയ്യേണ്ട പോയിന്റ് എന്തൊക്കെയാണ്, പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്. അപ്പോൾ ഓരോ ആഴ്ചയ്ക്ക് മുന്നായിട്ട് നമ്മൾ ഇതേപോലെ നമുക്ക് ഓരോ ദിവസം ചെയ്യേണ്ട കാര്യങ്ങൾ നമ്മൾ ഈ ചാറ്റ് ജിപിടിയോട് ചോദിച്ചു കഴിഞ്ഞാൽ ചാറ്റ് ജിപിടി ഡേ ബൈ ഡേ ആയിട്ട് ചെയ്യും. എന്നിട്ട് നമ്മൾ ആ പറയുന്ന കാര്യങ്ങൾ കൃത്യമായിട്ട് തലേദിവസം തന്നെ നമ്മൾ ഈ ആൾക്കാരെ എല്ലാം നമ്മൾ കൃത്യമായിട്ട് അവിടെ അറേഞ്ച് ചെയ്യുക എന്നുള്ളതാണ്. അപ്പൊ ഇങ്ങനെ നമ്മൾ ചേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ കൃത്യമായിട്ട് നമ്മുടെ ബഡ്ജറ്റിനുള്ളിൽ കൃത്യമായിട്ട് നമ്മുടെ മാൻ പവർ ഉപയോഗിച്ചിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ഇതിന്റെ പ്രത്യേകത. അത് കഴിയുമ്പോൾ ഞാൻ കൊടുക്കുന്നത് ഈ സാധനങ്ങളെല്ലാം ഞാൻ കൃത്യമാക്കി ഇവിടെ ചെയ്യുന്നു. കോപ്പി ചെയ്തിട്ട് ഞാൻ പറയുന്നു വീക്കിലെ ഡേറ്റ ഇതേപോലെ ടേബിൾ ആക്കിയിട്ട് 7-ാം തീയതി മുതൽ 14-ാം തീയതി വരെയുള്ള ഓരോ ദിവസവും ചെയ്യേണ്ട കാര്യങ്ങൾ ടേബിൾ ആക്കിയിട്ട് കോളം ബേസ് തരിക. നമുക്ക് വേണ്ട കാര്യങ്ങൾ അപ്പൊ ഒരാഴ്ച മുമ്പായിട്ട് നമ്മൾ ഇതേപോലെ ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ള വീക്കിലി ആയിട്ടുള്ള നമുക്ക് എടുക്കാം. അപ്പൊ വീക്കിലി ആയിട്ട് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും കൃത്യമായിട്ട് നമ്മൾ ആ 7-ാം തീയതി എന്തൊക്കെയാണ് ചെയ്യേണ്ടത്, പ്രധാനപ്പെട്ട ജോലികൾ, പ്രധാനപ്പെട്ട മാൻ പവർ തുടങ്ങിയ കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് നമ്മൾ ചെയ്യുമ്പോഴത്തേക്കും നിങ്ങളൊരു ബിൽഡർ ആയിട്ടുള്ള ആൾക്കാരാണെങ്കിൽ കൃത്യമായിട്ട് നിങ്ങൾക്ക് അത് ചെയ്യാൻ പറ്റും. അപ്പൊ നമ്മൾ ഏതെങ്കിലും ആൾക്കാരെയൊക്കെ മിസ്സിങ്ങോ കാര്യങ്ങളോ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് അറിയാൻ പറ്റും. അപ്പൊ കണ്ടോ അതിനകത്ത് ഏകദേശം എത്ര ഈ ഓരോ ആഴ്ചയിലും നമുക്ക് റെക്കമെൻഡ് ചെയ്യേണ്ട മാൻ പവർ എന്തൊക്കെയാണ്, മുൻകൂട്ടി നമ്മൾ അറിഞ്ഞിരിക്കേണ്ട മെറ്റീരിയൽ, ഈ സമയത്ത് നമ്മൾ മുൻകൂട്ടി അറിയേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്, ഈ ആഴ്ചയിൽ ശ്രദ്ധിക്കേണ്ട കാര്യം. ഇങ്ങനെ നമ്മളൊരു ക്ലയന്റിനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ജസ്റ്റ് ഒരു ഫ്ലോർ പ്ലാൻ വരയ്ക്കുന്ന ആളിൽ നിന്നും ഇതേപോലെ കൃത്യമായിട്ട് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പ്രോസസ്സോട് കൂടിയിട്ട് ഫ്ലോർ പ്ലാനുകൾ കൊടുക്കുകയും എയുടെ സഹായത്തോട് കൂടിയിട്ട് ഡേ ബൈ ഡേ ആയിട്ട് ഷെഡ്യൂൾ ചെയ്യുകയും ഫ്ലോർ പ്ലാൻ അനലൈസേഷൻ ചെയ്യുകയും 2D 3D ആക്കി കൺവേർട്ട് ചെയ്യുകയും ഇലക്ട്രിക്കല്, പ്ലംബിങ്, സ്ട്രക്ചറിൽ അതുപോലെയുള്ളതിൻ്റെയൊക്കെ കൊടുത്തിട്ട് അതിന് പെട്ടെന്നായിട്ട് ചേഞ്ചസ് വരുത്താനുള്ള രീതിയിലേക്ക് ആക്കുകയൊക്കെ ചെയ്യുന്ന രീതിയിലേക്ക് നമുക്ക് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. ഇതൊന്നും ഫൈനലിന് വേണ്ടിയിട്ടുള്ളതല്ല. ഇതെല്ലാം ഒരു 80% എബോവ് മാത്രമേ എയുടെ റിസൾട്ട് ഞാൻ പറയുന്നുള്ളൂ.
പക്ഷേ നമുക്ക് ആ 80% വെച്ച് നമ്മൾ ചെയ്യുമ്പോഴത്തേക്കും നമ്മുടെ ടൈം കുറയ്ക്കുന്നതോടുകൂടി നമ്മുടെ പ്രോഫിറ്റ് കൂട്ടാൻ പറ്റും. നമ്മളൊരു ബ്രാൻഡ് എന്നുള്ള രീതിയിൽ അവർക്ക് കുറച്ചും കൂടെ അവർക്ക് പ്രയോജനപ്പെടുന്ന രീതിയിലേക്കൊക്കെ ചെയ്യാനായിട്ട് നമ്മുടെ ടൂളുകളെല്ലാം ഉപയോഗിച്ച് സാധിക്കും എന്നുള്ളതാണ്